പ്രോഗ്രാമിൻ്റെ സ്വാഗത ഭാഷണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജനറൽ സെക്രട്ടറി കിശേരിയുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നയിക്കുന്ന ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ദയാനന്ദ കുമാറാണ് വെൽക്കം സ്പീച്ച് നടത്തുന്നത്. ഏറെ ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വാഗത ഭാഷണത്തിൻ്റെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ബഹുമാനായ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് ആലിയാപ്പു, യൂണിറ്റിൻ്റെ ട്രഷറർ ശ്രീ യു കെ അഷ്റഫ്, യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ശ്രീ പി പി അഷ്റഫ്, യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി അൽജിമാൻ റഫീഖ്, യൂത്ത് വിങ്ങിൻ്റെ ട്രഷറർ യു ആർ റഷീദ്, വനിതാ വിങ്ങിൻ്റെ പ്രസിഡന്റ് ഷീത്ര, വനിതാ വിങ്ങിൻ്റെ സെക്രട്ടറി സജിത, നല്ല ട്രഷറർ അസ്മാബി, മറ്റ് വേദിയിലുള്ളതും സദസ്സിലുള്ളതുമായ വ്യാപാരി സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, നമ്മൾ ഇന്ന് ഈ 2025 ജനറൽ ബോഡി ആണ് ഇവിടെ നമ്മൾ നടത്തപ്പെടുന്നത്. നമ്മൾ അതിനോടനുബന്ധിച്ച് നമ്മൾ അന്ന് നടത്തേണ്ടിയിരുന്ന ജനറൽ ബോഡി ഇപ്പോൾ കുറച്ച് മാറ്റി വെച്ചത് നമ്മളെ ഈ ഫെസ്റ്റിൻ്റെ സമാപനം കൂടി ഒന്നിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും നമ്മൾ മെയ് മാസത്തിൽ നടത്തേണ്ടതാണ്. ഇതിപ്പം സെപ്റ്റംബർ 30 മാറ്റി വെച്ചത് ഈ ഫെസ്റ്റിൻ്റെ നറുക്കെടുപ്പും കൂടി ഒന്നിച്ച് ഒരൊറ്റ വേദി ഒരുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മറ്റേത് 2 ദിവസം നമ്മൾ ലീവ് ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഇന്ന് ഇവിടെ എല്ലാവരും ഈ രാവിലെ 9 മണി മുതൽ 2 മണി വരെ അവധി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും പാലിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏകദേശം 40 വർഷത്തിലധികമായി നിലവിൽ വന്നത്. അതിൻ്റെ പ്രവർത്തനം ആദ്യകാലങ്ങളിൽ കുറഞ്ഞ മെമ്പർമാരുണ്ടായിരുന്നൊരു സംഘടന ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഘടനയായി മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം തന്നെ വിവിധങ്ങളായ സഹായ സഹകരണങ്ങളും സർക്കാർ തലങ്ങളിൽ വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പരിഹരിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു നേതൃത്വം നമുക്കുള്ളത് കൊണ്ടാണ്. ഇന്ന് നമ്മുടെ കീശേരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ വർഷം 700-നടുത്ത ആളുകളുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഏകദേശം 600-ഓളം ആളുകൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. ഇപ്പം കുറേ മെമ്പർഷിപ്പ് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഈ ഒരു പ്രവർത്തനം കീശേരിയിലും നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. മുൻകാലങ്ങളിൽ മെമ്പർമാരാവാൻ തന്നെ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തൊരു കാര്യം ഉണ്ട് എന്നുള്ളത് അറിയില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പം പല കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളുടെ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഉടമ ഒരു അസുഖം ബാധിച്ച് സീരിയസ് ആയി നിന്നപ്പോൾ നമ്മൾ 8 ലക്ഷം രൂപ നമ്മൾ ഈ സഹോദരങ്ങളെ പിരിവെടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ കൊറോണ വന്ന സമയത്ത് ഇവിടെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ ആളുകൾക്ക് കിറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ മുണ്ടക്കൈ ദുരന്തത്തിൽ വന്നപ്പോൾ അതിന് സംഭാവന കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെയുള്ള നമ്മളെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ചില കച്ചവടക്കാരുണ്ട്. അവർക്ക് ചികിത്സാ സഹായം എന്ന നിലയ്ക്ക് 5000 രൂപ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നമ്മൾ ഈ ഇടക്കാലത്ത് നിർവഹിച്ചിട്ടുണ്ട്. അതേപോലെ തുടർന്നും ഇനിയും പല നല്ല കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളുടെ എല്ലാം സഹകരണം ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ വ്യാപാരികൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന പഞ്ചായത്ത് ലൈസൻസ്, ഹെൽത്ത് കാർഡ്, അതേപോലെ തന്നെ വെള്ളം പരിശോധന, ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അദാലത്ത് നടത്തിയിട്ട് ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പഞ്ചായത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ സ്വന്തം ചെല്ലുമ്പോൾ വളരെയധികം 2, 3, 4 പ്രാവശ്യം പോകേണ്ട ഗതികൾ വരും. അതൊക്കെ നമ്മൾ ഒറ്റ ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഇത്രയും ആളുകളെ കൂടിയതെന്നുള്ളതാണ് എൻ്റെ ശരിയായ രൂപം. പിന്നെ നമ്മളെ കീശേരിത്തെ വ്യാപാരി വ്യവസായത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 35 കൊല്ലത്തോളമായി ഇവിടെ ഒരു യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയിട്ട് 40-ൻ്റെ അടുത്ത്. അങ്ങനെ 1999 നമ്മൾ NC ബാവ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ് നമ്മളവിടെ ഈ കീശേരി അങ്ങാടിയിൽ 2 സെൻറ്റ് സ്ഥലം ഈ സംഘടനയ്ക്ക് വേണ്ടി വാങ്ങിച്ചത്. അതിൽ അക്കാലത്ത് ഒരു നിലയിലൊരു ബിൽഡിംഗ് എടുത്തു. പിന്നെ വരുന്ന കമ്മിറ്റികൾ അതൊന്ന് പുതുക്കി 2-3 നിലയാക്കി. പക്ഷെ പിന്നീട് കുറച്ച് കാലമായിട്ട് അതിലേക്കൊന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ പല സഹായങ്ങളും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫണ്ട് ഉണ്ടാവില്ല. നമുക്ക് ആകെയുള്ള ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കുറിയാണ്.
ഒരു കുറിയിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ ഇതിൻ്റെ പൈസ കൊണ്ട് മാത്രമാണ്. അത് കുറി പിരിവുകാരന് കൊടുക്കണം. പിന്നെ ചിലപ്പോൾ അതിനിടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും സാഹചര്യത്തിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അടയ്ക്കാൻ കഴിയാതെ പോവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ച് ഷോർട്ടേജ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച അത്ര അത് പണം ബാക്കി വെക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ പ്രവർത്തനമൊന്നും നടക്കാതിരുന്നത്. നമുക്ക് ആകെ നമ്മൾ 500 രൂപ മെമ്പർഷിപ്പ് വാങ്ങുമ്പോൾ 250 രൂപ നമ്മൾ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും എടുക്കും. പിന്നെ ഒരു 250 രൂപ ഉണ്ടാവും. അപ്പോൾ ഒരു 600 ആളുകൾ ഒരു മെമ്പറാണെങ്കിൽ നമുക്ക് ആകെ ഒരു 1500 രൂപയാണ് നമുക്ക് ഇവിടെ കമ്മിറ്റിക്ക് ഉണ്ടാവുക. അത് നമ്മളൊരു ജനറൽ ബോഡി നടത്താൻ പോലും നമുക്ക് തികയില്ല. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് നമ്മൾ വാട്സപ്പിലൂടെയും മറ്റും പിരിവെടുത്തിട്ടാണ്. അത് വളരെയധികം നല്ല രീതിയിൽ തന്നെ എല്ലാവരും സംഭാവന നൽകുന്നുണ്ട്. പിന്നെ നമ്മൾ MDTWFിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ ഒരു 500-ലധികം ആളുകൾ ഇപ്പം MDTWFിൽ കൂടിയിട്ടുണ്ട്. നമ്മൾ 4 ആൾക്ക് 10 ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടി കഴിയുമ്പോൾ ഒരു 100 രൂപയാണ് നമുക്ക് നഷ്ടം വരിക. ആ 100 നമ്മൾ സംഭാവന ഇനത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി തുടങ്ങിയത്. അപ്പോൾ ഈ പദ്ധതിയിൽ ഇനി കൂടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കൂടാനൊരു അവസരമുണ്ട്. അടുത്ത മാസം ഒരു ഡേറ്റ് ഉണ്ടാവും. അന്ന് കൂടാൻ സാഹചര്യം ആർക്കെങ്കിലും അനുവദിക്കുകയാണെങ്കിൽ അന്ന് കൂടിക്കഴിഞ്ഞാൽ നല്ലതാവും. പിന്നെ അവസരം ഉണ്ടായിരിക്കില്ല. പിന്നെ ഇപ്പോൾ പുതിയ കുറേ സഹായങ്ങൾ MDTWFിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് നമ്മളെ MDTWFിൻ്റെ ഡയറക്ടറാണ് നമ്മളെ പ്രസിഡന്റ് ആര്യാപ്പൂടെ ശരിക്കും വിശദീകരിച്ച് പറയും. പിന്നെ വേറെ നമ്മൾ തിരുവച്ചവടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തിരുവച്ചവടം വലിയ ശല്യമായിരുന്ന അവസ്ഥയിൽ നമ്മൾ പഞ്ചായത്തായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പഞ്ചായത്ത് രാഷ്ട്രീയക്കാരായതുകൊണ്ട് അതിങ്ങനെ ഒഴിഞ്ഞു മാറി നിന്നപ്പം ഈ ഭരണസമിതിക്ക് കഴിയാനായി അത് അപ്പുറത്തേനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് അവരെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കുറയുന്നുള്ള തോന്നലുകൊണ്ട് നമ്മൾ ഹൈക്കോടതിയിൽ പോയിട്ട് ഇപ്പം അനുകൂല വിധി വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അത് ഈ വിധി നടപ്പിലാക്കാൻ 2 മാസത്തെ ഇടമുണ്ട്. 2 മാസം കഴിഞ്ഞാൽ അങ്ങനെ നടപ്പിലാക്കുകയാണെങ്കിൽ നമുക്ക് കോടതി ലക്ഷ്യത്തിന് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസ് വരികയാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അവസ്ഥ അതാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടിയെ പറ്റിയിട്ട് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്തെ ഗാനമേളയുണ്ട്. അതിലെല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം. നമ്മൾ ചെറിയ തോതിലാണെങ്കിലും നമ്മളെ ഈ പരിപാടിക്ക് വൻതോതിലുള്ള സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ പറയണം. നമുക്ക് ഈ പരിപാടിക്ക് വേണ്ട സമ്മാനങ്ങൾ നമ്മളിവിടുത്തെ ഗൾഫിൻ്റെ ഗോൾഡ്, തൗഫീഖ് ജ്വല്ലറി, ബിസ്മി ഇലക്ട്രിക്കൽസ്, തഹാനി, മുത്തു, SK ഹോം അപ്ലയൻസസ് ഇങ്ങനെ തുടങ്ങി നമ്മളിവിടെ ലിസ്റ്റ് വായിക്കും. ഈ സ്ഥാപനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ട ഭക്ഷണം കിഴിശ്ശേരിയിലെ മാർക്കറ്റാണ് ഒരു പരിധി വരെ നമുക്ക് തന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ സ്റ്റേഷനറി കടകൾ മസാല കടകൾ, പുലരി, അതേപോലത്തെ പച്ചക്കറി VPS, ബാബു ഇങ്ങനെ തുടങ്ങി ഏതാനും കടകൾ നമുക്ക് ഇതിനുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഫെസ്റ്റിൻ്റെ കിട്ടുന്ന ബാക്കി സംഖ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ബിൽഡിങ് ഒന്ന് നന്നാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് ഇതിൻ്റെ ചെലവ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ബിൽഡിംഗ് നന്നാക്കും. അതിന് പോരാതെ വരുന്നത് നിങ്ങളേവരും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ ഈ പരിപാടി ആരംഭിക്കുന്നതിൽ ഈ പരിപാടിയിൽ എനിക്കുള്ള കടമ സ്വാഗതം ആശംസിക്കുകയാണ്. അപ്പം ഈ പരിപാടിക്ക് നമ്മളെ ഈ യൂണിറ്റിന് വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുന്ന നമ്മുടെ പ്രസിഡന്റ് രാവിലെ 5 മണിക്ക് എണീറ്റാൽ ഒരു 6 മണിക്ക് ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് തരാത്ത ദിവസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെല്ലാവരും എന്നും കാണുന്നുണ്ടാവും. അപ്പം അതേപോലെ തന്നെ രാത്രി ആയാൽ രാത്രി 8:30ക്കും 9 മണിക്കൊക്കെ നമ്മോട് പോവല്ലേ, അങ്ങോട്ട് പോവല്ലേ, ഇങ്ങോട്ട് പോവല്ലേ ചോദിച്ചിട്ട് എല്ലാവരും കാണലായിട്ട് നിങ്ങളൊരു പ്രസിഡന്റാണ് നമുക്കുള്ളത്. നമ്മളെ പ്രസിഡന്റ് ആര്യാപ്പൂവിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് ആർദ്രമായിട്ട് സ്വാഗതം ചെയ്യുക. അതേപോലെ നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് BP അഷ്റഫ് ഇപ്പോൾ ഈ 4 മാസമായിട്ട് ഈ ഫെസ്റ്റിൻ്റെ ബാക്കിൽ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഈ സ്വാഗതം ചെയ്യാന്നുള്ളൊരു അർത്ഥത്തിലേക്ക് കിടക്കുകയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ അതിനോട് കൂടി നിന്ന ആളാണ് അൽദിമാർ റഫീഖിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ യുവ റഷീദ്, യൂത്തിൻ്റെ ട്രഷറർ, ഇതിനോടൊപ്പം തന്നെ ഫുൾ ടൈം കൂടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതേപോലെ തന്നെ നമ്മുടെ ഏത് പരിപാടിക്കും എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു വനിതാ വിംഗ് ഉണ്ട്. ആ വനിതാ വിംഗിൻ്റെ പ്രസിഡന്റ് ശീതളെ ഞാൻ ഈ വേദിയിലേക്ക് ആത്മമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ നമ്മുടെ പരിപാടിക്ക് എപ്പോഴും ഊർജ്ജം പകരുന്ന വനിതാ വിംഗിൻ്റെ സെക്രട്ടറി, നമ്മുടെ ഓരോ പ്രവർത്തനം കൊണ്ട് സംസ്ഥാന കൗൺസിലിലേക്ക് കയറ്റം കിട്ടിക്കഴിഞ്ഞ സജിതയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതേപോലെ നമ്മുടെ ട്രഷറർ, നമ്മുടെ ഈ പരിപാടിക്കെല്ലാം സജീവ സാന്നിധ്യം ഉണ്ടാവുന്ന ട്രഷറർ അസ്മാവിത്ത താത്തായ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പുളിയങ്കോടിൻ്റെ ഫുള്ള് കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിർവഹിക്കുന്ന ഒരാളാണ് നമ്മുടെ ബാബുവേട്ടൻ. ആ ബാബുവേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ ഈ യൂണിറ്റിലെ ഈ കമ്മിറ്റിയുടെ ഏറ്റവും നല്ലൊരു പ്രവർത്തനം എന്നുള്ളത് നമ്മൾ നിസ്സംശയം പറയാവുന്ന ഒരാളാണ് എക്സൽ ട്രേഡേഴ്സിൻ്റെ സുഭാഷ് ആരെ കിട്ടിയിട്ടില്ലെങ്കിലും സ്വന്തമായിട്ടാണ് മെമ്പർഷിപ്പ് ഇരിക്കലും ഇത് കളക്ട് ചെയ്തത്. അപ്പോൾ സുഭാഷിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഐഷാ ബോട്ടിംഗ് നാസർ നമ്മളെല്ലാ പരിപാടിക്കും സജീവമായിട്ട് നമ്മളൊപ്പം പങ്കെടുക്കുന്ന ആളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ യൂണിറ്റ് കമ്മിറ്റിയുടെയും യൂത്ത് വിങ്ങിൻ്റെയും വനിതാ വിങ്ങിൻ്റെയും മറ്റുള്ള എല്ലാ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കളെയും ഞാൻ ആർദ്രമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KVVS. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കീശേരി യൂണിറ്റ് പ്രസിഡന്റ്, യൂണിറ്റ് പ്രവർത്തനങ്ങളുടെ നെടുന്തൂൺ നമ്മുടെ MK ആലി അവർകളാണ്. ഏറെ ആദരവോടുകൂടി ഈ ചടങ്ങ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വേദിയിലേക്ക് അന്വേഷിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കീശേരി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ ബാബുവേട്ടൻ, ട്രഷറർ UK അഷ്റഫ്, യൂത്ത് വിംഗിൽ ജനറൽ സെക്രട്ടറി, യൂത്ത് വിംഗ് പ്രസിഡന്റ് PP അഷ്റഫ്, ജനറൽ സെക്രട്ടറി അൽദീബാൻ റഫീഖ്, ട്രഷറർ യുവ റഷീദ്, വനിതാ വിംഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, വേദിയിലുള്ള വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, സദസ്സിലിരിക്കുന്ന എൻ്റെ നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മുടെ 2025-26 വർഷകാലത്തെ വാർഷിക ജനറൽ ബോഡിയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ ഈ ജനറൽ ബോഡിയിൽ നമുക്ക് കഴിഞ്ഞ കാല കണക്ക്, വരവ് ചെലവ് കണക്കുകൾ, അതുപോലെ തന്നെ MDTWFനെ കുറിച്ച് കാര്യങ്ങൾ ഒക്കെ പറയാനുണ്ട്. നമ്മുടെ ഒരു ഗ്രൂപ്പുണ്ട് KVVS കീശേരി എന്ന് പറഞ്ഞാൽ, അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ വിടുന്നുണ്ട്. 10 ലക്ഷം പദ്ധതിയിൽ കൂടിയ ആളുകൾക്ക് MDTWFൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. എന്നാലും പല ആളുകളും അത് ചിലപ്പോൾ നോക്കലില്ല. അത് കുറ്റന്മാരിട്ട് തന്നെ പല ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ സമയം ഉണ്ടാവില്ല. കാര്യപ്പെട്ട അറിയേണ്ട കാര്യം പോലും അവർ നോക്കില്ല. അങ്ങനെ ഒരു വീഴ്ച നമ്മുടെ ആളുകൾക്ക് വരുന്നുണ്ട്. ഇത് നമ്മുടെ കാര്യമാണ്. കാരണം നമ്മൾ അറിയേണ്ട പല വിഷയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജനറൽ ബോഡി അല്ലാതെ നമുക്കൊരു മാർഗ്ഗമില്ല. അപ്പോൾ എൻ്റെ മാന്യ സദസ്യർ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ നമുക്ക് കിട്ടുന്ന അവസരം ജനറൽ ബോഡിയാണ്. വോയിസിൽ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞങ്ങൾ പറയലുണ്ട്. ചിലർ കേൾക്കും, ചിലർ കേൾക്കാത്തവർ, ചിലർ അറിയില്ല. ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കും. ഉദാഹരണം പറയുന്നത് ലൈസൻസ് അതായിട്ട് വെച്ചാൽ പറയും കഴിഞ്ഞിട്ട് എന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ പരിപാടി വെച്ചു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ആളുകൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞങ്ങളെ മെയിൻ ഭാരവാഹികളെ ഇന്ത്യൻ പാവട്ടേനെയൊക്കെ വോയിസുകൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കാരണം നമ്മളെന്ത് കാര്യങ്ങളെ അതിന് പറയുള്ളൂ. കാരണം ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് വെറുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടാക്കുക സത്യം തന്നെയാണ്. പക്ഷെ അതൊന്നും നിങ്ങൾ ചെവിക്കൊള്ളണ്ട. കാരണം നമുക്ക് അഡ്മിൻ ഒള്ളി ആക്കിയാൽ അതിലും ചില ആൾക്കാർക്ക് അവനവൻ്റെ കാര്യങ്ങൾ പറയാനുള്ള വേദിയാണ്. അത് നിങ്ങൾ അഡ്മിൻ ഒള്ളി ആക്കരുത് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അഡ്മിൻ ഒള്ളി ആക്കിയിട്ടില്ല. എല്ലാവർക്കും അതിൽ പറയാം, പരസ്യം വിടാത്ത ചെയ്യാം. അപ്പോൾ അതിങ്ങനെ കൂടുതലാകുമ്പോൾ അതിന് വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആവശ്യമില്ലാത്ത വർത്താനം പറയും. അപ്പം നമ്മളെ ആൾക്കാരെ ശ്രദ്ധിക്കാതെ ചില ആൾക്കാർ വെറുപ്പിക്കലോട് ശ്രദ്ധിക്കാത്തവരുണ്ട്. എന്നാൽ നമ്മളെ മെസ്സേജുകൾ നിങ്ങൾ കേൾക്കണം. അല്ലാതെ നമുക്ക് പറയാൻ, നിങ്ങളോട് പറയാൻ, എല്ലാവർക്കും ഓരോരുത്തരെ വിളിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളിത് കേട്ടെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയുള്ളൂ. നമ്മുടെ ജെനിസസ് അദാലത്ത്, തുലാസ് സീലിയക്കൽ, അതുപോലെ തന്നെ ലേബർ രജിസ്ട്രേഷൻ, ഒരു കച്ചവടക്കാരന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും അതിനുവേണ്ട ക്യാമ്പുകൾ നമ്മുടെ ഓഫീസിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ ക്യാമ്പിൽ നിങ്ങൾ അറിയണമെങ്കിൽ ഇത് നോക്കിയാൽ നിങ്ങൾ അറിയുള്ളൂ. അതുപോലെ 10 ലക്ഷം പദ്ധതിയിൽ കൂടിയ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ അവർക്ക് ചേർന്നുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാഞ്ഞാൽ അവരിതിന് ഔട്ടായി പോയി അവരെ കുടുംബത്തിനൊന്നും ലഭിക്കാതെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മെസ്സേജുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അത് കേൾക്കണം, അത് അറിയണം. അതിനു വേണ്ടിയാണ് നമുക്ക് ഗ്രൂപ്പും അതുപോലെ എന്തും നമുക്ക് ജനറൽ ബോഡി വിളിക്കാൻ കാര്യമില്ല.
വർഷത്തിലൊരു ജനറൽ ബോഡിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ജനറൽ ബോഡിയിൽ നിങ്ങളെ നമുക്ക് എല്ലാവരും മുന്നിൽ വെച്ച് കിട്ടുള്ളൂ. അപ്പോഴേ നമുക്ക് പറയാൻ പറ്റുന്ന അവസരം. അപ്പോൾ ഇനി വരുന്നാണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഈ ഇത്തരം മെസ്സേജുകൾ നിങ്ങൾ നോക്കണം, നിർബന്ധമായിട്ടും അത് നോക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ചില കാര്യങ്ങൾ പിന്നീട് അറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഞാൻ നമ്മുടെ ആമുഖമായി പറയാണ്. എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ സംഘടനയാണ്. അതുപോലെ തന്നെ നമ്മളെ അടവ്, നമ്മളൊരു കട എടുക്കാൻ പറഞ്ഞാൽ ചില ആൾക്കാർ കയ്യിൽ മടിയാണ്. ആരെങ്കിലും രാഷ്ട്രീയക്കാർ പേപ്പറിലൂടെ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസിലൂടെ നാളെ ഹർത്താലാണെന്ന് പറഞ്ഞാൽ അപ്പം എല്ലാവരും റെഡിയാണ്. ആ ഹർത്താൽ എല്ലാവരും പോകും. ഇത് നമ്മുടെ ആവശ്യത്തിന് കട എടുക്കാൻ പറഞ്ഞാൽ എന്താ പറഞ്ഞത്, കട തുറക്കണേന്ന് അത് ഭയങ്കര ഇതാണ്. അങ്ങനത്തെ ആ സ്വഭാവം മാറ്റുന്നത് നമുക്ക് വേണ്ടിയാണ്. ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വന്നതുകൊണ്ടാണ് ഈ ഞാനൂടെ സമരം ഉണ്ടാക്കാത്തത്. മുമ്പ് നമുക്കറിയാം എന്നും ഹർത്താലല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര ഹർത്താലുണ്ടായി. ഞാനെന്നെ ഹർത്താൽ, ഏത് 4 ആളുകൾ പാർട്ടിക്കാർ ഹർത്താൽ പ്രഖ്യാപിക്കും നമ്മൾ നടക്കും. ആർക്ക് വേണ്ടി? ഇവരെ ഹർത്താലാക്കിയിട്ട് ഓരോ വീട്ടിൽ ഓരോ കാര്യം നടത്തുക. നമ്മളാണ് നമ്മുടെ കുട്ടികളെ പഠിച്ചെടുക്കുകയാണ്. ആ സംഭവം ഇല്ലാതെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ടി നസുദ്ദീന്റെ അധ്യക്ഷതയിൽ ചേർന്ന് 200 സംഘടനകൾ കൂടി തീരുമാനിച്ചതാണ്. ഇന്നിപ്പോൾ ഹർത്താലില്ലാത്ത പേടിയാണ് അവർക്ക് പ്രഖ്യാപിക്കാൻ. ഈ ഹർത്താലുകൾ വിജയിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളൊരു പരിപാടിക്ക് അടക്കാൻ പറഞ്ഞായിരുന്നു ഫുള്ളാക്കണം. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു നമുക്ക് അത്ര വേണ്ട, ഒരു അഭ്യർത്ഥന മാനിച്ചാണ് ഈ 2 മുതൽ 9 വരെ. ഈ 2 മുതൽ 9 പറഞ്ഞാൽ 9 മുതൽ 2 വരെ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ 10 ഇപ്പം കീശ്ശേരി അടച്ചിട്ടുണ്ടാവില്ല, ചിലരൊക്കെ അടച്ച് വരുന്നുള്ളൂ. അപ്പോൾ എത്ര സമയമുള്ളത്? അപ്പോൾ അത്രയും നമ്മളൊരു ആവശ്യത്തിന് ഒരു ഇത്തിരി നേരം കട എടുക്കാൻ പറഞ്ഞാൽ പോലും അത് മടിക്കുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് അവരാവശ്യത്തിനൊക്കെ സംഘടന ഉപയോഗിക്കണം. ഓടെങ്കിൽ വീടിൻ്റെ മുന്നിൽ വണ്ടി എടുത്ത് അപ്പം വിളിക്കുക. ആർക്ക്? ഞങ്ങൾക്കാണ് വിളിക്കണേ. ഓൾക്ക് പോയി പറയാനാവില്ല. ഇങ്ങനത്തെ അതായത് തെരുവ് കച്ചവടം അവനാൻ്റെ മുന്നിൽ വന്നാൽ അതൊന്ന് പോയി പറയാൻ പോലും ഓർക്കും സാധിക്കില്ല. ആര് പറയണം? പ്രസിഡന്റ് പോയി പറയണം, അല്ലെങ്കിൽ സെക്രട്ടറി പറയണം. എന്താ ഓൾക്ക് പണി? ഓൾക്ക് പറഞ്ഞൂടെ? ഓല് പറഞ്ഞിട്ട് കേൾക്കില്ല, നമ്മൾ വിളിച്ചാൽ മതി. അപ്പം അങ്ങനെ നമ്മളെ ഓല എന്തേ കാര്യം വരുമ്പോൾ അപ്പോൾ സംഘടന വേണം. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാതെ അങ്ങനത്തെ ആളുകൾ എന്തേ സംഘടന? അപ്പോൾ അത് നമ്മൾ കണക്കിലെടുക്കണം. ഇത് നമ്മളെ ആവശ്യമാണ്. നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു വേദിയാണ് ഈ ജനറൽ ബോഡി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഇനി വേറെ ജനറൽ ബോഡി അന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. ഞങ്ങളെ പറ്റില്ല, നിങ്ങൾ മാറ്റിക്കോളി, നമുക്കൊരു പ്രശ്നമില്ല. നല്ല ഏബിളായ ആൾക്കാരെ തെരഞ്ഞെടുത്ത് നിങ്ങൾ പ്രസിഡന്റും സെക്രട്ടറി ആക്കി പ്രവർത്തിച്ചു, അതിനൊക്കെ നമുക്ക് സമ്മതമാണ്. ഇതൊന്നും ആർക്കും ഒരു നമ്മളെന്നും സെക്രട്ടറിയാണ് പ്രസിഡന്റാണെന്ന് നമുക്കില്ല. സംഘടന നല്ല നിലക്ക് മുന്നോട്ട് പോകണം. അതിന് പറ്റിയ ആളുകൾ അതിൻ്റെ തലപ്പത്ത് വരണം. അത്രേ ഉള്ളൂ നമ്മളെടുത്ത്. അപ്പോൾ ഞങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് പറ്റുമെങ്കിൽ ഓക്കെ അന്ന് തെരഞ്ഞെടുപ്പ് ഉണ്ടാവും. മത്സരം വരികയാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് നമ്മളെ തോൽപ്പിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കില്ല, ഞങ്ങൾ പറയാം ഞങ്ങളെ പറ്റില്ല എന്ന് പറഞ്ഞ് നേരിട്ട് തന്നെ പറഞ്ഞാൽ നമ്മൾ മത്സരിക്കില്ല. നമ്മൾ ആ സ്ഥലത്ത് അതിനുണ്ടാവില്ല. എന്നാൽ ഞങ്ങൾ തോറ്റി ചേർച്ചാണ്ട് പിന്തുണ ഇല്ലായിട്ടുണ്ടാവില്ല. ഈ കമ്മിറ്റി വരുന്ന കമ്മിറ്റിക്ക് എല്ലാവിധ പിന്തുണ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം ഈ സംഘടനയിലും കച്ചവടക്കാരനായിട്ടുള്ളിടത്തോളം ഉണ്ടാവും. അപ്പോൾ ഇത് ആരെയും ഒരു ഇതല്ല, ഞങ്ങളാരെയും കുറച്ച് പുസ്തകമല്ല, നിങ്ങളൊക്കെയാണ് ഈ സംഘടന. കാരണം ഞങ്ങളൊരു പ്രസിഡന്റും സെക്രട്ടറിയും വിചാരിച്ചതൊക്കെ നടക്കുമോ? ഇപ്പോൾ ഈ പരിപാടി ഇത്ര ഭംഗിയായിട്ട് നടക്കാൻ ഞങ്ങൾ ഓരോരുത്തരും പിന്തുണയാണ്. പാവപ്പെട്ടവരുടെ കച്ചവടക്കാരെ സംഭാവനയാണ്. ഓരോ കടകളിൽ ഒരു കൂപ്പൺ പോലും വിൽക്കാൻ കഴിയാത്ത ആളുകൾ കൂപ്പൺ എത്ര എടുത്തുണ്ട് നമ്മുടെ അങ്ങാടിയിൽ. അപ്പോൾ അവരോടുള്ള ഒരു ആത്മാർത്ഥത നമ്മുടെ സംഘടനയുടെ പൈസ ഉണ്ടായിട്ടല്ല. എന്ത് ചെന്ന് പറഞ്ഞാലും നമ്മളിവിടെ എന്ത് പിരിവ് പറഞ്ഞാലും നമ്മൾ അങ്ങാടി വിജയിക്കുന്നുണ്ട്. നമ്മളെ വെറും ഗ്രൂപ്പിലൂടെ പറഞ്ഞാൽ നമ്മളെ ആളുകൾ അതിന് വേണ്ട സംഭാവന പറഞ്ഞിട്ട് കൈയിൻ്റെ പരമാവധി തന്നെ നമ്മളെ പരിപാടി ചെയ്യിപ്പിക്കലുണ്ട്. അപ്പോൾ അത്രയും ആത്മാർത്ഥമുള്ള ആളുകളാണ് നമ്മൾ. അങ്ങാടിയിലെ വീടൊക്കെ കയറാനുള്ള ആ കുറ്റി പല കടക്കാരും ഈ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ മതിൽ കെട്ടിയമാതിരി കടൻ്റെ മുന്നിൽ നിർത്തി ആ കടയ്ക്ക് കാരണം ക്യാപ്പില്ലായിട്ട് 2 ഗിൽസ് വെച്ചിട്ട് പല കടയിൽ അത് എടുത്തിടാന്ന് പഞ്ചായത്ത് ഓർഡർ. നിങ്ങൾക്കൊക്കെ നോട്ടീസ് ഇട്ടുണ്ടാവും അവിടെ നടത്തിയിരിക്കുന്നവർക്ക്. എന്തോ എടുത്തിടാത്ത എടുത്തിട്ട് അവരോട് വെച്ചില്ല. അങ്ങനെ എടുത്തിട്ടുണ്ട് പോലെ അങ്ങാടി മുഴുവൻ ക്ലീൻ ആക്കേണ്ടി വരും. ഒരു കടക്കാരെ വീടേക്ക് പോകാനുള്ള ആ വഴി മാത്രം അടച്ചിട്ട് പിന്നെ ഈ ഓട്ടോറിക്ഷ സ്റ്റാറ്റും അതുപോലെ തന്നെ ഈ തെരുവ് കച്ചവടം ഇങ്ങനത്തെ തോന്നിയാസം നടത്തുന്ന ആളുകൾ നോക്കി അടക്കി നിർത്താൻ കഴിയില്ല. നമ്മളെ കച്ചവടക്കാരെ എത്തിയെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഒറ്റക്കെട്ടായി നേരിടും. പിന്നെ ആ നോട്ടീസിൻ്റെ ആക്ഷൻ ഉണ്ടായില്ലല്ലോ, ഉണ്ടാവൂല. അതിൻ്റെ കാരണം നമ്മളെ വ്യാപാരി വ്യവസായിയാണ്, ഞങ്ങളെ പവറല്ല. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ കഴിവാണത്. അത് ഞങ്ങളെ തലക്ക് നിങ്ങളെല്ലാവരും നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മളതിൻ്റെ തലപ്പത്ത് വന്ന് എല്ലാവരുടെയും പ്രസിഡന്റ് ആവില്ല, അല്ല സെക്രട്ടറി ആവില്ല, ആരെങ്കിലും ഒരാളാവുള്ളൂ. അപ്പോൾ അതിന് നിങ്ങളെ പിന്തുണ വേണം. ഇങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെല്ലാം ഇതിനോട് സഹകരിക്കണം, അവിടെ വിട്ടുക്കരുത്. അപ്പം എല്ലാവരും ഇനി നമ്മളെ വരുന്നിങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതിന് എല്ലാവരും അതിന് എല്ലാ സഹായങ്ങളും പിന്തുണ തന്നാലേ നമുക്കും തന്നെ ഇതിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. എല്ലാം നമുക്ക് ഒരു കൂട്ടർ ഇങ്ങനെയാണ് കട തുറക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നിപ്പോൾ സ്വാതന്ത്ര്യം ഉണ്ട്, ആർക്കും കച്ചവടം ചെയ്യാം. നമുക്ക് പോയിട്ട് ബലമായിട്ട് അടപ്പിക്കാൻ ഒരു നിയമമില്ല, പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം ഇതിനോട് സഹകരിക്കണം. നമ്മളെ കീശ്ശേരി അങ്ങാടിയിൽ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കച്ചവട കാര്യത്തിൽ ഇടപെടലുണ്ട്. ഇന്ന ഏത് നിമിഷം വിളിച്ചാൽ ഞാൻ അപ്പം ഫോൺ എടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വിളിക്കും, എന്താ ആവശ്യം ചോദിക്കും. ഇന്നോട് കഴിയുന്ന കാര്യങ്ങൾ സംഘടനാ ലെവലിൽ വെച്ചിട്ട് നമ്മൾ കഴിയാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര ആൾക്കാർക്ക് ഇവിടെ ഫൈൻ വന്നിട്ട് വാശി കിട്ടേന് 5000 25,000 ഒക്കെ ഫൈൻ വന്ന ആൾക്കാരുണ്ട്. നമ്മളവിടെ പോയിട്ട് അവിടെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട ഇല്ലാതാക്കിന്. അതുപോലെ നിയമപരമായിട്ട് ന്യായപരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെപ്പോഴും ഉണ്ടാവും. എന്തെങ്കിലും തെറ്റ് ചെയ്താണ്ട് വന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല.
നമുക്ക് ലഭിക്കേണ്ട അന്യായമായി ഉദ്യോഗസ്ഥന്മാർ നമ്മളെ പേരിൽ മെക്കെട്ട് കയറേണ്ട നിയമങ്ങൾ എന്തുണ്ടായാൽ നമുക്കവിടെ ചോദ്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പഞ്ചായത്തിന് എന്തെല്ലാം നിയമം ലൈസൻസിന് അതൊന്നും നമ്മൾ ഗ്രൂപ്പിലൂടെ എല്ലാം നിങ്ങളോട് പറയലില്ല. അപ്പോൾ ഇപ്പോൾ സന്ദർഭം കിട്ടിയപ്പോൾ പറയാം. അതായത് ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മൾ ഓരോ പിന്നെ ബിഗ് മറ്റേ കുറ്റി വേസ്റ്റ് ഇടുന്ന ഡ്രിമ്മുകൾ വെക്കണം 3 എന്ന് പറഞ്ഞ് വന്ന് നമ്മളോട് ഒരുപാട് വട്ടം പറഞ്ഞ് പറ്റൂലാറിഞ്ഞ്. ഈ ചെറിയ പീടികയിൽ എങ്ങനെ നമ്മൾ 3 വിന്ന് വെക്കുക? അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് 1 വിന്നെങ്കിലും വെക്കണം വെക്കൂലാറിഞ്ഞ്. അതൊന്നും വെക്കാൻ പറ്റൂലാറിഞ്ഞ്. അതുപോലെ ടാക്സ് അടക്കാൻ ഞാൻ ലൈസൻസ് കിട്ടൂല. ടാക്സ് അടപ്പിച്ചാണ് ലൈസൻസ് എടുക്കുക. ഞങ്ങളെ ഡ്യൂട്ടി അല്ല ടാക്സ് അടക്കൽ. ബിൽഡിംഗ് ടാക്സ് അടക്കൽ ബിൽഡിങ്ങിൻ്റെ ഓണർ ഓരോട് വാങ്ങിക്കോളിയാറി. അങ്ങനെ ഇവർ എന്ത് നിയമം കൊണ്ടുവന്നാലും നമ്മൾ അതിനെ ചെറുക്കണോണ്ടാണ് ഇത്രയും സൗകര്യമായിട്ട് നമുക്ക് ലൈസൻസ് എടുക്കാൻ കഴിയുന്നത്. പല പഞ്ചായത്തിലും കർശന. ഇവിടെ പഴയ കാലത്ത് നമ്മൾ ഈ സംഘടന ഈ ലൈസൻസുകാരെ ഏറ്റെടുക്കുന്നതിന് മുമ്പ് എത്രയാണ് ഫീസ് വാങ്ങിയതെന്ന് അറിയോ? തോന്നിയാസ ഫീസേ വാങ്ങി. ആരെയും പഞ്ചായത്ത് അന്നൊക്കെ ലോൺ എടുക്കണമെങ്കിൽ മാത്രമേ പഞ്ചായത്ത് ലൈസൻസിന് പോകലുള്ളൂ. ആരെങ്കിലും പോയാവുമ്പോഴും തോന്നിയ പൈസ ഫീസ് വാങ്ങും. 4500 5500 കടം നോക്കിയിട്ടല്ല. ആ സമ്പ്രദായം നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം ഈ 4500 5000 ഒക്കെ വാങ്ങിയ ആളുകൾക്ക് കുറച്ച് അതിൻ്റെ ന്യായമായ രീതിയിലുള്ള ഫീസും തൊഴിൽ നീതിയും അടപ്പിച്ച് നമ്മൾ ലൈസൻസ് എടുത്ത് കൊടുത്ത്. ഇന്ന് നമ്മളെ അദാലത്തിൽ ആരെങ്കിലും ലൈസൻസ് അപേക്ഷിച്ച് തന്നാൽ അവന് ബുദ്ധിമുട്ടില്ല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിൻ്റെ ഓഫീസിൽ വന്നാൽ മതി. നമ്മൾ ആ ഫോം വാങ്ങി ഫില്ലപ്പ് ചെയ്ത് പഞ്ചായത്ത് കൊടുത്ത് അതിൻ്റെ ഫീസ് ന്യായമായ ഫീസ് അടപ്പിച്ച് ലൈസൻസ് വാങ്ങി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ടലുകാർക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. ഹെൽത്ത് കാർഡ് വേണം, പിന്നെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് വേണം, പിന്നെ വെള്ളം പരിശോധിക്കണം. ഇത്ര കാര്യങ്ങളൊക്കെ നമ്മൾ അത് ആ സമയത്ത് അവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കീശ്ശേരി ശക്തമായ KHR എന്ന ഒരു ഹോട്ടൽ അസോസിയേഷനുണ്ട്. അവർ നല്ല പ്രവർത്തനം കാഴ്ചവെക്കണം. ഇനി അടുത്ത വർഷം അവർ ചെയ്യും. ഇപ്പോൾ നമ്മളെ ചെയ്തിരുന്നു. ഇപ്പോൾ അവർ ശക്തമായ നല്ലൊരു കമ്മിറ്റി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കെയർ ഓഫിൽ ഹെൽത്ത് കാർഡിൻ്റെ ടൈമും വെള്ളം പരിശോധനയ്ക്കും ഒക്കെ വരുമ്പോൾ ആ സമയം വരും, നിങ്ങളെ അറിയിക്കും, അത് ക്യാമ്പ് നടത്തും. അപ്പോൾ ഇത്ര മാത്രം നല്ല നല്ല ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ കച്ചവടക്കാർക്ക് വേണ്ടി ചെയ്യുമ്പം ആ കച്ചവടക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് നമുക്ക് നല്ലൊരു സപ്പോർട്ട് വേണം, പിന്തുണ വേണം. കട അടക്കണം എന്ന് പറഞ്ഞാൽ കട അടക്കണം. നമുക്ക് പോലെ ഒരു ദിവസം കച്ചവടം ഞങ്ങളൊക്കെ അടച്ചന്നെ വരുന്നത്. ഈ ഫെസ്റ്റിന് നമ്മൾ ഈ ഫെസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എന്തിനാണ് കേരള വ്യാപാരി വ്യവസായി കീശ്ശേരി ഫെസ്റ്റ് ഉണ്ടാക്കി നമ്മൾ വ്യാപാരഭവൻ നന്നാക്കണം. നമ്മൾ വ്യാപാരഭവൻ നല്ലൊരു വ്യാപാരം നമുക്കുണ്ട്. നേരത്തെ ബാബുവേട്ടൻ പറഞ്ഞാൽ MC ബാബ പ്രസിഡന്റും ഞാൻ സെക്രട്ടറി ആയ കാലത്താണ് ആ സ്ഥലം വാങ്ങി. അങ്ങനെ സ്ഥലം വാങ്ങി ഞങ്ങൾ പണിയെടുത്ത് അതിൻ്റെ ബിൽഡിംഗ് പണി കഴിഞ്ഞു. ഇപ്പോൾ അതിന് നവീകരിച്ചാൽ നമുക്ക് 2 കോൺഫറൻസ് ഹാളുണ്ട്. അടിയിലുണ്ട് മുകളിലുണ്ട്. ഒന്ന് AC ആക്കി അതിൻ്റെ മേലെ സാധാ നോർമൽ കോൺഫറൻസ് ആയ നല്ല വാടക പോകും. അപ്പോൾ അടിയിൽ 2 റൂമുണ്ട്. ഒരു റൂം വാടക കൊടുത്താൽ കോണിക്കൂട് പേർ വേറെ ആക്കും വാടക കൊടുത്തിന്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഈ വരുമാനം ഉണ്ടായാലും എന്താ നമ്മൾ കാട്ടറിയോ? ഇപ്പോൾ നമ്മളിവിടെ ഒരാൾ മരിച്ചാൽ 50,000 കൊടുക്കുന്നുണ്ട്. ഈ 50,000 30,000 നമ്മളെ മെമ്പർഷിപ്പിൽ വക ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 30,000 അവരെ വക തരുന്നതാണ്. നമ്മൾ മെമ്പർഷിപ്പിനോട് 250 അടക്കുന്നതിന് ഈ മരണാനന്തര സഹായം ജില്ലാ കമ്മിറ്റീൻ്റെ 30,000, നമ്മളെ മണ്ഡലം കമ്മിറ്റി എറണാട് മണ്ഡലം കമ്മിറ്റീൻ്റെ 10,000, കീശ്ശേരി യൂണിറ്റ് കമ്മിറ്റീൻ്റെ 10,000. അങ്ങനെയാണ് ഈ 50,000 കൊടുക്കുന്നത്. ഈ 10,000 രൂപ നമ്മൾ ഓരോരുത്തരും പോക്കറ്റിൽ നിന്ന് എടുക്കുന്നതാണ്. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇപ്പോൾ കഴിഞ്ഞോടത്തോളം മരിച്ചൊക്കെ നിങ്ങളോട് ആരോട് പിരിവ് നടത്തിയിട്ടില്ല. ആ പൈസ 500 1000 വെച്ച് ഓരോരുത്തർ തന്നതാണ്. ആ പൈസയാണ് നമ്മൾ 10,000 അവർക്ക് കൊടുത്തത്. അതുപോലെ തന്നെ ഇവിടെ രോഗിയായി കിടക്കുന്ന ആളുകളെ നമ്മൾ കാണാൻ പോകാം. പല കച്ചവടക്കാരുടെ അവസ്ഥയും വളരെ മോശമാണ്, ദയനീയമാണ് ഇന്ന് കച്ചവടക്കാരുടെ അവസ്ഥ. പലരും ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഇത് നിർത്തിപ്പോയാൽ പറ്റൂല. പലരും കടത്തില്ല നമ്മളെ കച്ചവടക്കാർ. അത്രയും അവസ്ഥ മോശമായ ഒരാൾ രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ പൈസ ഇല്ല. അവരെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ഇന്ന് കേരള വ്യാപാരി വ്യവസായി കച്ചവടക്കാരെല്ലാവരും ആരും സഹായിക്കില്ല. നമ്മൾ എന്ത് പിരിവുണ്ടെങ്കിലും അതിനൊക്കെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളാണ്. പക്ഷെ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മൾ ആരും പിരിച്ചാനും പോകില്ല. നമ്മളെ അഭിമാനം സമ്മതിക്കില്ല. അപ്പോൾ കച്ചവടക്കാർ അഭിമാനമുള്ള ആളുകളാണ്. ആരും മറ്റൊരാളെ സഹായത്തിന് ആശിക്കുന്ന ആളുകളല്ല. അപ്പോൾ ഈ കച്ചവടക്കാർക്ക് സുഖമില്ലാതെ ആയാൽ നമ്മൾ പോയിട്ട് ഇപ്പോൾ ഒരു 5,000 രൂപ കഴിഞ്ഞ വർഷം തൊട്ട് കൊടുക്കുന്നുണ്ട്. പാറാക്ക് കൊടുത്തു. ഈ 5,000 രൂപ പറഞ്ഞത് അതും നമ്മൾ കമ്മിറ്റിയിൽ നിന്ന് എടുത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഈ വ്യാപാരഭവൻ നവീകരിച്ച് നല്ലൊരു വാടക യോഗ്യമാക്കിയാൽ നമുക്ക് നല്ലൊരു സംഖ്യ അതിൽ കിട്ടും. ആ പൈസ മതി നമുക്ക് പാവപ്പെട്ട വ്യാപാരികളെ സഹായിക്കാൻ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഫെസ്റ്റ് കൊണ്ടുള്ള ഉദ്ദേശം. ഈ ഫെസ്റ്റിന് കിട്ടുന്ന പൈസ നമ്മളെ ചിലവ് കഴിച്ച് വ്യാപാരഭവൻ നവീകരണത്തിന് നമ്മൾ ഉപയോഗിക്കുക. അത് നവീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ലൊരു വരുമാനം കിട്ടും. നമ്മളെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഒരു ആശ്വാസമാവും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഫെസ്റ്റ് നടത്തുന്നത്. അതിന് നമ്മളെ ആളുകളൊക്കെ നല്ല പിന്തുണച്ച് കഴിയുന്നവരൊക്കെ ഗ്രൂപ്പെടുത്ത് പരിപാടിയൊക്കെ നടന്ന് അതിന് വേണ്ട സമ്മാനങ്ങളൊക്കെ സ്പോൺസർ ചെയ്ത് നമ്മളെ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഭക്ഷണ ചെലവ് വരെ നമ്മളെ ആളുകൾ പാവപ്പെട്ട കച്ചവടക്കാർ മാംസം കോഴി നമ്മളെ മാർക്കറ്റിൽ നിന്ന് 126 കിലോ കോഴി ഇറച്ചി അവർ തന്നതാണ്. അത് മാർക്കറ്റിലെ കോഴി കച്ചവടക്കാരും അതുപോലെ തന്നെ മത്സ്യ കച്ചവടക്കാർ ഇറച്ചി കച്ചവടക്കാർ എല്ലാവരോടും കൂടിയിട്ട് അവർ ആരും ചെന്ന് പറഞ്ഞപ്പോൾ കഴിവില്ലാന്ന് പറഞ്ഞില്ല. കഴിയുന്ന 10 കിലോനായിട്ട് 5 കിലോനായിട്ട് 3 കിലോ കഴിവിൻ്റെ പരമാവധി എല്ലാവരും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് വേണ്ട അരി
ഇവിടുത്തെ മസാലപ്പൊടിക്കാർ തന്നതാ. അതുപോലെ തന്നെ അതിന് വേണ്ട മസാല സാധനങ്ങൾ അതവർ തന്നതാ. അപ്പോൾ ഇത്രയും നമ്മൾ ഈ പരിപാടിക്ക് എല്ലാവിധ സഹായങ്ങളും ചെന്ന് നമ്മളെ ആളുകൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെ നേട്ടത്തിന് വേണ്ടിയാണ്. അത്രയും നമുക്ക് ചിലവ് കുറഞ്ഞാൽ അത്രയും നമ്മൾ പൈസ നമ്മളെ വ്യാപാരത്തിന് ബാലൻസ് വരും. അതിന് വേണ്ടിയാണ് ഈ ചിലവ് കഴിയുന്നിടത്തോളം നമ്മൾ ഇങ്ങനെ സ്പോൺസർഷിപ്പിലൂടെ വാങ്ങിയത്. അപ്പോൾ അതൊക്കെയാണ് ഇത്രയാണ് കൂടുതൽ പറയാനില്ല. അത് തന്നെ ഇപ്പോൾ തെരുവ് കച്ചവടത്തിന് പറഞ്ഞു, നമ്മൾ കോടതിയിൽ കേസ് പോയി, ഹൈക്കോടതിയിൽ അതിൻ്റെ വിധി വന്നു. ഈ കഴിഞ്ഞ 23/8/2025 പഞ്ചായത്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിധി. പഞ്ചായത്തിന് കോടതിയിൽ നിന്ന് അയക്കും വിധി. എന്നാലും വക്കീൽ പറഞ്ഞു നിങ്ങളേതായ ഒരു കോപ്പി അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ആ കോപ്പി കൊടുത്ത് 2 മാസം സമയമാണ് കോടതി അവർക്ക് അനുവദിച്ചത്. ഈ 2 മാസം കൊണ്ട് ഒരു തീരുമാനം നടത്തിയില്ലെങ്കിൽ വീണ്ടും അതിൻ്റെ പേരിൽ നമ്മൾ കേസ് കൊടുക്കേണ്ടി വരും. അത് നടത്തി കിട്ടും. കാരണം കേരളത്തിൽ പല യൂണിറ്റുകളും നടന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്നും ഇപ്പോൾ തിരുവച്ചോടെ ഇല്ല. അപ്പോൾ ആ വിധി അടുത്ത് 2 മാസത്തിനുള്ളിൽ അവർ നടപ്പാക്കും. അതുപോലെ തന്നെ നമ്മളെ വലിയൊരു പ്രശ്നം ഇപ്പോൾ ഓട്ടോറിക്ഷ പ്രശ്നമാണ്. പല പീഡിയൻ്റെ മുന്നിലും അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മതിൽ കെട്ടിയ മാതിരി ഓട്ടോറിക്ഷ നിർത്തുകയാണ്. ചില നല്ല ഡ്രൈവർമാരുണ്ട്, അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരോട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. ചില ആളുകൾ അതിനെ കച്ചർക്കായിട്ട് നിൽക്കുക. ശരിക്കും ഈ ഓട്ടോ സ്റ്റാൻഡുകാരൻ്റെ സിസ്റ്റം തന്നെ ഇല്ല. അതാണ് ഇതിൻ്റെ സത്യം. പോലീസ് അറിയിപ്പ് പറഞ്ഞൊരു ബോർഡ് ഫ്ലക്സ് ചെയ്ത് ഓല എഴുതി വെച്ചിരുന്നില്ല. ആ എഴുതി വെച്ച ബോർഡിന് യാതൊരു നിയമമില്ല. പോലീസിനോടെ ബോർഡ് വെക്കാനുള്ള നിയമമില്ല. ഇവിടെ ബോർഡ് വെക്കേണ്ടത് എക്സിക്യൂട്ടീവ് പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് അധികാരമുള്ള റോട്ടിൽ ബോർഡ് വെക്കാൻ. നമ്മളൊരു ബോർഡുണ്ട് അവിടെ തെരുവച്ചോളം നിരോധിച്ച് അടിയുടെ ലാസ്റ്റിൽ പഞ്ചായത്ത് സെക്രട്ടറി, അതാണ് നിയമമുള്ള പോലെ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി മറ്റു വാഹനങ്ങൾ നിർത്തരുത് പറഞ്ഞാണ്ട് ഓലോട് വെക്കുക. എവിടെ 4 ദിവസം ഒരു ഓട്ടോറിക്ഷ അവിടെ തന്നെ സ്റ്റാൻഡായി. അങ്ങനെ നമ്മളെ കീഴ്ശേരി അങ്ങാടി മൊത്തം സ്റ്റാൻഡാണ്. അപ്പോൾ ഈ അടുത്ത കേസ് നമ്മൾ പോകുന്നത് ഓട്ടോറിക്ഷ പ്രശ്നത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ എല്ലാ വിവരാവകാശങ്ങളും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. കീഴ്ശേരി അങ്ങാടിയിൽ സ്റ്റോപ്പുണ്ടോ, അതിന് സ്റ്റാൻഡ് ഉണ്ടോ, അതിന് അനുമതി ഉണ്ടോ എന്നൊക്കെ എല്ലാ നിയമങ്ങളും നമ്മളെടുത്ത് വിവരാവകാശ പ്രകാരം വാങ്ങി വെച്ച എല്ലാ കടലാസുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വിധി നടപ്പാക്കിയാൽ ആ മുറക്ക് പോയിട്ട് പിന്നെ കേസ് കൊടുക്കും. നമ്മൾ 2 കേസ് കൂടി ഒരുമിച്ച് വേണ്ട, ഇത് നടപ്പാക്കിയതിന് ശേഷം കൊടുക്കുക എന്ന് വിചാരിച്ച് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓട്ടോറിക്ഷ പ്രശ്നത്തിൽ ഇത് നടപ്പായതിൻ്റെ ഉടനെ നമ്മൾ അതിനും കേസ് കൊടുക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ രേഖകളും നമ്മളുണ്ട്. RT ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഓഫീസിൽ നിന്നൊക്കെ വക്കീൽ പറഞ്ഞത് മുഖാന്തരം അതിൻ്റെ എല്ലാ വിവരാവകാശ രേഖകളും വാങ്ങി കേസിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വിധിയാക്കി ഈ വിധി നടപ്പായതിൻ്റെ ശേഷം നമ്മൾ ആ കാര്യത്തിൽ കേസിന് പോകും. ഇനി ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇനി നമ്മളെ 10 ലക്ഷം പദ്ധതി MDTWF മരണാനന്തര 10 ലക്ഷം പദ്ധതിയിൽ കിട്ടുന്ന കൂടിയ ഒരുപാട് ആളുകൾ നമ്മൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. അവരോട് വരാൻ പറഞ്ഞിരുന്നു, അവരെ ഭാര്യമാരോടും അവരോട് വരാൻ പറഞ്ഞ കാരണം ഇതിനെപ്പറ്റി നമ്മളെ ആളുകൾക്ക് അറിയുന്നില്ല. അവരതിനെക്കുറിച്ച് മനസ്സിലാക്കാഞ്ഞാൽ അവരറിയാത്തതിൻ്റെ പേരിൽ അവരെ 10 ലക്ഷം പോകും. അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങളും പോകും. നമ്മളെ ഭാര്യമാരും നമ്മളും കൊണ്ടിരുന്നാണ് ഇതിൽ കൂടിയത്. ഈ ഭാര്യമാർ ചില ഭാര്യമാർ വിവരം അറിയാത്തോല. ഞാൻ ചില ആൾക്കാർ മൈനസിലാകുമ്പോൾ പോലെ വീട്ടിൽ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ അവർ പറഞ്ഞേ എന്ത് പദ്ധതി ഞാൻ അറിഞ്ഞില്ല, പെണ്ണുങ്ങളോട് വല്ലവരും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ ഈ കാര്യം പെണ്ണുങ്ങളെ അറിയണം. കാരണം നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് അവർക്കറിയില്ല എന്താ എന്നുള്ളത്. മനുഷ്യൻ എപ്പോഴും മരിക്കുക, എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നുള്ള യാതൊരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ ആ മരിക്കുന്ന സമയത്ത് ഇവർ ഈ വിവരം ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലാതെ അറിയാഞ്ഞാൽ അവർ പൈസ എങ്ങനെ അടക്കൽ ആരെയും കാണേണ്ടി ഒന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ MDTWF ചേർന്ന ഭാര്യമാരോടും ഈ പരിപാടിക്ക് വരാൻ പറഞ്ഞിരുന്നു. വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ മുമ്പ് നമ്മൾ ചേർന്നത് 60 വയസ്സിന് താഴെയുള്ള ആളുകളായിരുന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ മെമ്പർഷിപ്പുള്ള 60 വയസ്സിന് താഴെയുള്ള ആളുകളെ ചേർത്തി. തുടക്കത്തിൽ ഇത് തുടങ്ങിയ കാലത്ത് 70 വയസ്സായിരുന്നു. കാരണം അന്ന് ഒരു യൂണിറ്റിൽ നിന്ന് 10% 70 വയസ്സായവരെ ചേർക്കാനുള്ളൊരു അനുമതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അങ്ങാടിയിലൊക്കെ വയസ്സന്മാരെ കുറേ നമുക്ക് ചേർക്കാൻ കഴിഞ്ഞത്. നമ്മളെ 60 വയസ്സിന് മേലുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ അത് രണ്ടാമത് ഇതിൻ്റെ ബോർഡ് കൂടിയിട്ട് 60 വയസ്സാക്കി. ഇപ്പം നിലവിലിപ്പുള്ളവരൊക്കെ 60 വയസ്സിൻ്റെ താഴെയുള്ളവരാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ 60 വയസ്സിലുള്ള താഴെയുള്ള ആളുകൾ ഇതിൽ നിന്ന് മൈനസായി പോയി അവർ 60 വയസ്സായാൽ പിന്നെ അവർക്ക് തുടരാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വെച്ചത്. അപ്പോൾ ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഇനി പുതിയ അപേക്ഷ ഇനിയിപ്പോൾ സ്വീകരിക്കും. ഈ ഒക്ടോബർ 30 വരെ പുതിയ ആളുകൾക്ക് ആർക്കും ചേരാനുള്ളൊരു അവസരമുണ്ട്. അതിന് 55 വയസ്സാണ് പ്രായപരിധി. 55 വയസ്സിന് താഴെ 1/1971 അതിന് ശേഷമുള്ള ആളുകൾക്ക് ഇത് ചേരാൻ പറ്റുള്ളൂ. ഇപ്പോൾ പുതിയത് നിലവിലുള്ളവർക്കല്ല, നിലവിലുള്ള ആൾക്കാർക്ക് ഇപ്പം തെറ്റിപ്പോയ ഇതിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ മാസം അടുത്ത സെപ്റ്റംബർ ഒക്ടോബർ 15-ാം തീയതിക്കുള്ളിലൊരു അവസരമുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് പോയ ആളുകൾക്ക് അത് അവസരം വെച്ചാൽ അവർ ഇതുവരെ എത്ര റുപ്യ പെൻഡിങ് ഉണ്ട് വെച്ചാൽ ആ പൈസ തീർത്തടച്ചാൽ അവർക്ക് കയറാം.
അപ്പോൾ അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. ആരെങ്കിലും ഇതിൽ നിന്ന് ഔട്ടായവരുണ്ടെങ്കിൽ, അതായത് ഇതിന് പേരൊക്കെ പോയി ഇപ്പോൾ പേരൊന്നും അതിന് നിലവിലില്ലാത്തവർ, അപ്പോൾ അവർക്ക് ഈ വരുന്ന ഒക്ടോബർ 15-ാം തീയതി വരെ അവസരമുണ്ട്. അതിനുള്ളിൽ ആർക്കെങ്കിലും അത് തിരിച്ച് കയറണമെങ്കിൽ കയറാം. എത്ര റുപ്യാണോ പെൻഡിങ് ഉള്ളത് വെച്ചാൽ അതടച്ചാൽ മതി. അതുപോലെ ഇപ്പം മൈനസിലുള്ള കുറേ ആൾക്കാരുണ്ട്. സീറോ കഴിഞ്ഞാൽ ഈ -0 എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ ഒന്നും ഇല്ലെങ്കിൽ 0 എന്ന് കാണിക്കും. നമ്മളെ ഇതിൽ നമുക്ക് ഇതിൽ ചേർന്ന എല്ലാവർക്കും ഒരു ആപ്പുണ്ട്, MDTWF-ൻ്റെ ഒരു ആപ്പ്. ആ ആപ്പിൽ നമ്മൾ എന്ന് ചേർന്നു, എപ്പം ചേർന്നു, എത്ര ആൾക്ക് പൈസ കൊടുത്തു, മരിച്ചവർക്ക് അവരെ ഫോട്ടോ സഹിതമുണ്ട്, എത്ര പൈസ നമ്മളെ ഈടാക്കി, അതിൻ്റെ ഡേറ്റും കാര്യം എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. ഇതിന് വേണ്ട അപേക്ഷാ ഫോമുകൾ വരെ അതിൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. നമ്മൾ തന്നെ ചികിത്സാ ഫണ്ടിന് കുറേ സഹായമുണ്ട്, അതിന് വേണ്ട അപേക്ഷ അതിലുണ്ട്. ഇതിൽ കയറുന്നവർക്ക് അപേക്ഷ ഫോമുണ്ട്, അതിൻ്റെ അപേക്ഷ അതിലുണ്ട്. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസിലുണ്ട്, അത് നമ്മളെ ആപ്പിലുണ്ട്. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഓരോ ദിവസത്തെ ബാലൻസ് നമുക്ക് അതിൽ നോക്കിയാൽ അറിയും. അപ്പോൾ അതിൽ 0 ആയ ആളാണെങ്കിൽ ഓന് പിന്നെ ഒരു സഹായം കിട്ടൂല, മരണപ്പെട്ട ഒന്നും കിട്ടൂല. ആരായാലും ശരി, അത് 0 ആയാൽ പിന്നെ കൊണ്ടേ അടിച്ചിട്ട് ചിലപ്പോൾ മരിച്ച് നമ്മൾ പിറ്റേ ഒരു മണിക്കൂർ കൊണ്ടുപോയിട്ട് പൈസ അടിച്ചിട്ട് കാര്യമില്ല. ഇത് എപ്പോഴാണോ നമ്മൾ മരിക്കുമ്പോൾ അപ്പം 100 രൂപ ചുരുങ്ങിയത് നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ 10 ലക്ഷം രൂപ കിട്ടുള്ളൂ, അല്ലാതെ ആ പൈസ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ നമ്മളും നമ്മളെ ഭാര്യയാണ് ഇത് ചേർന്ന്, ചിലർ ഒറ്റയ്ക്ക് സിംഗിൾ ചേരും. ഇതിന് ചേരാൻ വേണ്ടത് 3000 രൂപ. ഈ 3000 രൂപയിൽ 2000 രൂപ അഡ്മിഷൻ ഫീസാണ്. ബാക്കി 1000 രൂപ 10 ആൾ മരിക്കണേക്കുള്ള അഡ്വാൻസാണ്. 10000 ആൾ 100 രൂപ സഹായിച്ചിട്ടാണ് ഈ 10 ലക്ഷം കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് 10 ആൾക്കുള്ള അഡ്വാൻസ് ആയിട്ടാണ് വാങ്ങി വെക്കുന്നത്, മുൻകൂറായി വാങ്ങി വെക്കുകയാണ്. അപ്പോൾ ആ 2000-ൽ 1000 അങ്ങനെ. അപ്പോൾ നമ്മൾ ഒരാൾ മരിക്കുമ്പം നമ്മളെ ആപ്പിലൂടെ നമുക്ക് 100 രൂപ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വഴിയോ ഒക്കെ നമുക്ക് കയറ്റാം. ഇപ്പം പുതിയ ആപ്പ് പ്രകാരം നമ്മൾ കയറ്റി അപ്പം തന്നെ നമ്മൾ ഇതിൽ ബാലൻസ് കാണും. ആ പൈസ നമ്മൾ 500 ആണെങ്കിൽ 600 കാണും. അപ്പോൾ 0 ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കയറ്റാൻ കഴിയില്ല. പിന്നെ ഇത് പുതിയ ആപ്പ് പ്രകാരം ആപ്പിൻ്റെ സിസ്റ്റം അനുസരിച്ച് അത് ഓഫാവും. പിന്നെ നമ്മൾക്ക് ഒരിക്കലും പൈസ കയറ്റാനില്ല. അപ്പോൾ നമ്മൾ ജില്ലാ ഓഫീസിലേക്ക് MDTWF-ൻ്റെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അത് ഓണാക്കിച്ചണം, എന്നാലേ കയറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ 500 രൂപ ആയാൽ മൈനസായി, അതായത് 0 കഴിഞ്ഞാൽ പിന്നെ -100. ഒരാൾക്ക് മരണാനന്തരം കൊടുക്കുമ്പോൾ നമ്മളിതിലൊരു വരെയും 100 എന്നുണ്ടാവും. അതുപോലെ തന്നെ 2 ആളാകുമ്പോൾ -200. അങ്ങനെ 500 രൂപ വരെ ആകുമ്പോൾ ഇത് പിന്നെ സസ്പെൻഷനിലാവും. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പിലുണ്ടാവും, പക്ഷെ നമുക്ക് അതിന് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ 0 പറഞ്ഞ മാതിരി തന്നെ സസ്പെൻഡ് ഗ്രൂപ്പിൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വരില്ല. പിന്നെ 500 മുകളിൽ 1000 വരെ ആയാൽ അതോടുകൂടി ആപ്പും തന്നെ പോകും. പിന്നെ അവൻ്റെ ആപ്പും ഉണ്ടാവില്ല, അവിടെ പേരും ഉണ്ടാവില്ല, ചേരാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഇനി വരുന്നാണ്ട് ഈ സംഗതിൻ്റെ പരിപാടി, ഈ ആപ്പിൻ്റെ സിസ്റ്റം വരിക. അപ്പോൾ ഞാൻ നടപ്പായിട്ടുണ്ട്, ഇനി മുതൽ അങ്ങനെ വരും. അപ്പോൾ 0 ആയാൽ നമുക്ക് ഓഫീസിൽ വിളിച്ച് പറഞ്ഞാൽ അവിടെ കയറ്റാൻ സംവിധാനമുണ്ട്. അങ്ങനെ 500 വരെ സംവിധാനമുണ്ട്, സസ്പെൻഷനിലാണ്. 500 കഴിഞ്ഞ് പിന്നെ 1000 വരെ നമ്മൾ ഡിസ്മിസ് പോയി. നമ്മൾക്ക് പിന്നെ ഒരു നിലക്കും അതിൽ കയറാൻ പറ്റില്ല. ആ ആപ്പ് നമ്മൾ മൊബൈലിൽ നിന്ന് പോകും, അവിടെ അതിൻ്റെ നമ്മളെ സിസ്റ്റം ഉണ്ടാവില്ല, ആ UPID നിന്ന് നമ്മുടെ പേര് പോകും. പിന്നെ ആൾക്കാർ തിരികെ കയറാൻ പറ്റില്ല. ഈ ആപ്പ് പ്രകാരം ഒരാൾ ഒരിക്കൽ UPID നഷ്ടപ്പെട്ട് ക്യാൻസലായി പോയാൽ പിന്നീട് ആ UPI കയറാൻ ആ ആളെ പേരിൽ കിട്ടില്ല. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉള്ളത് കൊണ്ട് പിന്നെ ആൾക്ക് ഒരിക്കലും കയറാൻ പറ്റാത്തൊരു ഇത് വരും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചേർന്ന ആളുകൾ എപ്പോഴും അവനവൻ്റെ ബാലൻസ് നോക്കണം, എന്നും നമ്മളിതിൽ നോക്കുക. ഒരു 500 രൂപ എപ്പോഴും അതിൽ നിലനിൽക്കണം. ഇതിന് ഒരുപാട് ചികിത്സാ ഫണ്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഇതിന്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ 500 മിനിമം വേണം. 10 ലക്ഷം കിട്ടാൻ 100 മിനിമം നമ്മളെ ബാലൻസ് വേണം. ചികിത്സാ ഫണ്ടുകൾ ലഭിക്കണമെങ്കിൽ 500 മിനിമം നമ്മളെ ബാലൻസിൽ വേണം, എന്നാലേ ചികിത്സാ ഫണ്ട് കിട്ടുള്ളൂ. ചികിത്സകൾ ഒരുപാടുണ്ട്. അതായത് വാൽവ് മാറ്റി വെക്കാൻ 25000 രൂപ ഒറ്റ തവണ. ഒരു വാൽവ് മാറ്റി വെച്ച രോഗിക്ക് ഒറ്റ തവണ 25000 രൂപ കിട്ടും. അതുപോലെ തന്നെ ഗർഭാശയം നീക്കം ചെയ്യൽ, ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ രോഗങ്ങളുണ്ട് ഈ ഗർഭാശയത്തിൻ്റെ, അത് നീക്കം ചെയ്യൽ 25000, അത് ഒറ്റ തവണ. പിന്നെ ഹെർണിയക്ക് 25000 രൂപ, അത് ഒറ്റ തവണ. പിന്നെ നമ്മൾ ഈ MDTWF-ൽ കൂടി ആരെയും കട കത്തിപ്പോയാൽ 1 ലക്ഷം രൂപ വരെ ഇതിന് സഹായം കിട്ടും. ഇതൊന്നും പിന്നെ തിരിച്ചടക്കണ്ട. നമ്മൾ മരിക്കുമ്പം ആ എത്ര രൂപയാണോ നമ്മൾ സഹായം വാങ്ങിയത് വെച്ചാൽ ആ പണം കഴിച്ചിട്ടാണ് ബാക്കി 10 ലക്ഷം കിട്ടുന്നത്, കഴിച്ചിട്ടേ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്രകൃതി ദുരന്തം, വെള്ളം കയറിയ അങ്ങനെ എന്തെങ്കിലും ഈ MDTWയിൽ ചേർന്ന ആളുകളുടെ കടയിൽ വെള്ളം കയറിയ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഓൽക്കും 1 ലക്ഷം രൂപ വരെ സഹായം കിട്ടും, അതിൻ്റെ നമുക്ക് എന്താ പറ്റിയതിൻ്റെ തോതനുസരിച്ച്. പിന്നെ ആൻജിയോപ്ലാസ്റ്റി, അതിന് 25000 രൂപ കിട്ടും, അത് ഒറ്റ തവണ. പിന്നെ ബൈപ്പാസ് സർജറി, അത് 50000 ഒറ്റ തവണ. കിഡ്നി മാറ്റിവെക്കാൻ 1 ലക്ഷം ഒറ്റ തവണ. പിന്നെ ലിവർ മാറ്റിവെക്കാൻ 1 ലക്ഷം, അത് ഒറ്റ തവണ. റേഡിയേഷൻ ചെയ്യുന്നവർക്ക് 25000 ഒറ്റ തവണ. കീമോതെറാപ്പി ചെയ്യുന്ന ആളുകൾക്ക് 5000 രൂപ മാസം തോറും കിട്ടും.
ഓരോ മാസം 5000 രൂപ കിട്ടും. അത് ഫസ്റ്റിൽ ഒരു വർഷം വരെ കിട്ടും. വീണ്ടും ആ ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നമുക്ക് പുതുക്കിയാൽ പിന്നെയും കിട്ടും. പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾക്ക് 5000 രൂപ അത് മാസം തോറും കിട്ടും. പിന്നെ ഇപ്പോൾ പുതിയൊരു ഈ മിഞ്ഞാന്നൊരു ഡയറക്ടർ ബോർഡ് ഉണ്ടായിരുന്നു. അതിൽ പുതിയൊരു ചികിത്സ കൂടി സഹായം വന്നിട്ടുണ്ട്. അതായത് സ്ട്രോക്ക് വന്ന് കിടപ്പിലായ രോഗിക്ക് 50,000 രൂപ വരെ കിട്ടും. ഒരു സ്ട്രോക്ക് വന്ന് മാറിയാൽ അതിന് തോത് കുറയും. മാക്സിമം 50,000 രൂപ വരെ കിടപ്പിലായ രോഗികൾക്ക് അതിന് കിട്ടും. അപ്പോൾ ഇത്രയും സഹായങ്ങളൊക്കെ അതിന് ലഭിക്കുന്നത്. ഇനിയും ഓരോ വർഷവും സഹായങ്ങൾ കൂട്ടും. അപ്പോൾ ഇതിൽ ചേർന്ന ആളുകൾ അവനവൻ്റെ അനുകൂലങ്ങൾ നഷ്ടപ്പെടാതെ എപ്പോഴും നമ്മുടെ ബാലൻസ് ഒരു 100എങ്കിലും 500 വേണം, മിനിമം 500എങ്കിലും അതിലുണ്ടായി എപ്പോഴും നിലനിർത്തിയാൽ നമുക്കിത് ചേർന്നുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒരു പൈസയും കിട്ടൂല, ആരായിട്ടും കാര്യമില്ല. ഇപ്പോൾ നമ്മളങ്ങാടി തന്നെ ഒരാൾ അങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന ചില ആളുകൾ ഭാര്യൻ്റെയിലും അടക്കൂല, ഭർത്താവിൻ്റെയിലും അടക്കും. അങ്ങനെ ആയാലും പറ്റൂല. നമ്മൾ മരിക്കുമ്പോൾ ഭാര്യൻ്റെയിലും 100ഉം ഭർത്താവിൻ്റെയിലും കൂട്ടായിട്ട് ചേരുമ്പം ഭാര്യൻ്റെയിലും ഭർത്താവിൻ്റെയിലും 100 രൂപ ഉണ്ടെങ്കിൽ സഹായം 10 ലക്ഷം കിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ഒരു പൈസയും കിട്ടൂല. ഇവിടെ നമ്മളെ ഈ യൂണിറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായി. ഒരാൾ ചേർന്ന് ഭാര്യനും ചേർത്തി ഭാര്യൻ്റെയിൽ മൈനസായി എന്നോ പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോ ഇതിൽ നിന്ന് ഔട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ പൈസ കിട്ടില്ല, ആ പൈസ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മളെപ്പോഴും നമ്മളെ ബാലൻസ് എപ്പോഴും നമ്മളേക്ക് നോക്കുക. ഈ ആപ്പിൽ എപ്പോഴും നമ്മളെ ബാലൻസ് കാണും. ആ ബാലൻസ് ഇത് ചേർന്നുള്ള ആപ്പ് എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലാതെ നമ്മളതിൻ്റെ വിവരങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതാണ് MDTWFനെ പറ്റി കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ചേർന്നവർ എപ്പോഴും അവനൻ്റെ ബാലൻസ് 500 രൂപയിൽ കുറയാത്ത സംഖ്യ ഇതിൽ എപ്പോഴും ഉണ്ടാകുന്ന കോലത്തിൽ അടക്കണം. ഒരു മാസം ഏകദേശം ഒരു 5 ആൾ, ഇപ്പോൾ ഡയറക്ടർ ബോർഡ് തീരുമാനം 5 ആളിൽ കൂടുതൽ കൊടുക്കും. തോനാൾ മരിച്ചാലും മറ്റാൾ 6ാമത്തെ ആൾ അടുത്ത മാസത്തിൽ കൊടുക്കും. മരണം പഠിച്ചവൻ്റെ അടുത്തുള്ളതാണല്ലോ, നമുക്ക് കണക്കാക്കാൻ പറ്റണമല്ല. ഏതായാലും അപ്പോൾ ആ 5 ഏകദേശം ലിമിറ്റ് ആയിക്കാരം. ചില മാസം അത്രയും ഉണ്ടാവില്ല. ഏതായാലും ഒരു 500 രൂപ മിനിമമാണ് ഇപ്പോൾ നമുക്ക് വന്നത്. ഞങ്ങളൊക്കെ 5 വർഷമായി. 2021 ഇത് ആരംഭിച്ചത്. ഇപ്പം 5 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു മാക്സിമം ഒരു 300 റുപ്യൊക്കെ ഇപ്പോൾ ഒരു മാസത്തിന് ഒരാൾക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ 2 കൂടി 600 രൂപ. അതിന് കൂടുതൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫെസ്റ്റിവലിൻ്റെ നറുക്കെടുപ്പ് കുറേ ചെറുതൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി എടുക്കാനുണ്ട്. നമ്മളെ ഈ ഫെസ്റ്റിന് നമുക്ക് സമ്മാനം തന്നത് ഫസ്റ്റ് പ്രൈസ് TVS റോണിംഗ് ബൈക്ക് ഗൾഫ് ഇന്ത്യൻ ഗോൾഡൻ സൂക്ക്, അതാണ് തന്നെ. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ചബു ഇവിടെ ഇരിക്കുന്നുണ്ട്. സെക്കൻഡ് പ്രൈസ് തന്നത് TVSൻ്റെ ജൂപ്പിറ്റർ സ്കൂട്ടർ ബിസ്മി ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് കീശ്ശേരി. തേർഡ് പ്രൈസ് എയർ കണ്ടീഷണർ സുരയ്യ ഗ്രൂപ്പ്. 4ാം സമ്മാനം ഫ്രിഡ്ജ് 2 ആൾക്ക്. ഒന്ന് വൈറ്റ് മാർട്ട് മഞ്ചേരി റോഡ് കീശ്ശേരി, മറ്റൊന്ന് ലൈഫ് കാർട്ട്. 4ാം സമ്മാനം 2 പേർക്കാണ്, ഓരോ ഫ്രിഡ്ജ് വീതം. വൈറ്റ് മാർട്ട് ഫാക്ടറി സെക്കൻഡ് സെയിൽസ് ആൻഡ് സർവീസ് കീശ്ശേരി. 5ാം സമ്മാനം വാഷിംഗ് മെഷീനാണ് തഹാനി മെറ്റൽസ് മഞ്ചേരി റോഡ്. അവർ 2 വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത് തഹാനി മെറ്റൽസിൻ്റെ വക. പിന്നെ 6ാം സമ്മാനം വാഷിംഗ് മെഷീൻ സുൽത്താൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കീശ്ശേരി. 7ാം സമ്മാനം ബെഡ് ബിസ്മില്ല ഫർണിച്ചർ മഞ്ചേരി റോഡ്. 3 ആൾക്ക് ബെഡാണ് കൊടുക്കുന്നത്. 7ാം സമ്മാനം ബിസ്മില്ല ഫർണിച്ചർ മഞ്ചേരി റോഡ് കീശ്ശേരി. 8ാം സമ്മാനം ടെലിവിഷൻ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കീശ്ശേരി. 9ാം സമ്മാനം മിക്സി 2 പേർക്ക് സൂം ട്രേഡിംഗ് കമ്പനി കീശ്ശേരി, മുണ്ടമ്പറമുള്ള സൂം ട്രേഡിംഗ് കമ്പനി. 10ാം സമ്മാനം സീലിംഗ് ഫാൻ കിച്ചൺ ഹബ് 3 ആൾക്ക് കൊടുക്കുന്നത്, കിച്ചൺ ഹബ് കീശ്ശേരി. പിന്നെ 11ാം സമ്മാനം സൈക്കിൾ ABH മാർട്ട് കീശ്ശേരി. 12ാം സമ്മാനം പെഡസ്റ്റൽ ഫാനാണ് മുത്തു ഇൻസ്റ്റാൾമെൻറ്റ് ഗ്രൂപ്പ് കീശ്ശേരി. പിന്നെ മറ്റു വേറെ പ്രോത്സാഹന സമ്മാനങ്ങളായിട്ട് വേറെ കുറേ ഉണ്ട്. 2 ബെഡ് മെറൂസ് മാറ്റേഴ്സ് പാലത്തുപുറയ കീശ്ശേരി, അവരെ വക 2 ബെഡ്. പിന്നെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ വക 74 ഫാമിലിക്കുള്ള കൂപ്പൺ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. അതിൽ 50 കൂപ്പൺ നമ്മൾ കീശ്ശേരി ഗാനമേള വേദിയിൽ വെച്ചാണ് എടുക്കുക. ബാക്കി 24 കൂപ്പൺ ഇവിടെ വെച്ച് നറുക്കെടുക്കും. അതിൻ്റെ ആളുകൾക്കുള്ള കൂപ്പൺ ഇവിടെ വെച്ച് തരും. പിന്നെ അവർ ആ കൂപ്പണുമായിട്ട് ആ സ്ഥാപനത്തെ പോയി സമീപിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ഭക്ഷണം കഴിക്കാം. പിന്നെ ഒരു സീലിംഗ് ഫാന് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് മഞ്ചേരി റോഡ് കീശ്ശേരി.
പിന്നെ ഗോൾഡ് കോയിൻ തോഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ വക ഓരോ മാസം 3 ആ പേർക്ക് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അങ്ങനെ 3 മാസം 6 പേർ 2 മാസം 6 പേർക്ക് സമ്മാനമുണ്ട്. അത് കൂപ്പൺ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സമ്മാനം അവിടെ വേദിയിൽ വെച്ചാൽ കൊടുക്കുക. പിന്നെ പ്രഷർ കുക്കർ SK ഹോം അപ്ലയൻസസ് കീശ്ശേരി. പിന്നെ സൈക്കിൾ ഹൈദരാക്ക, നമുക്ക് എല്ലാത്തിനും എല്ലാ പരിപാടിയും നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഒരു മനുഷ്യനാണ്. വയസ്സായിണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രായമുള്ള ആൾ, പക്ഷേ ആരോഗ്യപരമായിട്ട് നല്ല ഇതുള്ള ആളാണ്. അദ്ദേഹത്തിന് പഠിച്ചോൻ ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വക 4 വയസ്സായ ഒരു കുട്ടിക്കുള്ള സൈക്കിളാണ്. അപ്പോൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർ 4 വയസ്സായ കുട്ടിയുടെ 4ൻ്റെ മേലുള്ള കുട്ടികളോ അല്ലെങ്കിൽ കുട്ടികളോ ഇല്ലാത്തവരാണെങ്കിൽ ആ നറുക്കെടുപ്പ് മാറ്റിയെടുക്കും. അപ്പം 4 വയസ്സുള്ള കുട്ടികൾക്കാണ് 4 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അദ്ദേഹത്തിൻ്റെ വക സൈക്കിള് സംഭാവന ചെയ്തത്. അപ്പോൾ അതിന് അനുയോജ്യമായ കുട്ടികൾക്കാണ് നറുക്കെടുക്കുക. പിന്നെ ഈ പരിപാടിക്ക് കൂപ്പൺ കംപ്ലീറ്റ് 1.5 ലക്ഷം കൂപ്പൺ അടിച്ചിട്ടുണ്ട് നമ്മൾ. അത് സംഭാവന ചെയ്തത് തോഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ടും റബി റൈദാൻ മന്തിയും കൂടിയാണ്. അവർ 2 കൂട്ടരും കൂടിയാണ് ഇതിന് വേണ്ട കൂപ്പൺ നമുക്ക് തന്നത്. പിന്നെ നമ്മൾ ഈ നോട്ടീസ്, അതിൻ്റെ അടിയിൽ കൗണ്ടർ ഫയൽ കൂപ്പൺ ഉണ്ട്. ആ നോട്ടീസ് സംഭാവന ചെയ്തത് തോഫീഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ടാണ്. പിന്നെ VPS വെജിറ്റബിളിൻ്റെ വക 3 പേർക്ക് നറുക്ക് കിട്ടുന്ന 3 പേർക്ക് വെജിറ്റബിൾ കിറ്റ് ഉണ്ട്. പിന്നെ MC ഫ്ലവർ മില്ലുവിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ റോയൽ ബേക്കറി ആൻഡ് റോയൽ കിംസ് 2 ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും സമ്മാനങ്ങളൊക്കെ നമുക്ക് നറുക്കെടുക്കാണ്ട് എല്ലാവരും ഈ പരിപാടിയിൽ സഹകരിച്ച് നറുക്കെടുപ്പൊക്കെ കഴിഞ്ഞ് അതുപോലെ നമ്മളെ വനിതാ വിങ്ങിൻ്റെ കലാപരിപാടികളുണ്ട്. വിവിധ ഇനം കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് വനിതാ വിങ്. അതും ഇവിടെ ഈ വേദിയിൽ വെച്ച് തന്നെ നടക്കുക. പിന്നെ നറുക്കെടുപ്പും ഇവിടെ വെച്ച് നടക്കും. നമ്മളെ മെഗാ നറുക്കെടുപ്പുകളും ഈ പ്രോത്സാഹന നറുക്കെടുപ്പും ഒക്കെ. പിന്നെ നമ്മളെ കൂപ്പണിൻ്റെ നറുക്കെടുപ്പ് ഇവിടുന്ന് ഒരു കൂപ്പൺ കൊടുക്കുന്നത് അതിൻ്റെ നറുക്കെടുപ്പ് ഇവിടെ നടക്കും. അതുപോലെ തന്നെ മറ്റേ നറുക്കെടുപ്പ് നോട്ടീസിലെ പകുതി ഭാഗത്തിൻ്റെ നറുക്കെടുത്ത് അവിടെ നമ്മളെ ഗാനമേള വേദി വെച്ചാൽ നടക്കുക. എല്ലാവരും നറുക്കെടുപ്പിലും അതുപോലെ തന്നെ കലാപരിപാടിയിലൊക്കെ ആസ്വദിച്ച് ഇതിൽ പങ്കെടുത്ത് അതുപോലെ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. പിന്നെ അങ്ങാടിയിൽ നിങ്ങളെ ഫാമിലി സഹിതം എല്ലാവരും വരണം. വാപ്പു വെള്ളിപ്പറമ്പ് ടീമിൻ്റെ വിഭമാർന്ന മാപ്പിളപ്പാട്ടുകളുണ്ട്. അത് നമ്മളെ മഞ്ചേരി റോട്ടിലുള്ള വത്തനി ട്രേഡിൻ്റെയും ബ്രൈറ്റ് ഇലക്ട്രിക്കൽസിൻ്റെ ഇടയിലുള്ള ഷാജാൻ്റെ പാക്കിംഗ് പോയിൻ്റ് സ്ഥിതി ചെയ്യുന്ന അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ മഴ കാരണം നമ്മൾ MVM ബസാറിന് അങ്ങാടിനെ വിചാരിച്ചിരുന്നത്. അപ്പം കാലാവസ്ഥ മാറിയത് കൊണ്ട് അവിടെ ഗ്രൗണ്ടിലൊക്കെ നിറച്ച് വെള്ളമാണ്. അതുകൊണ്ടാണ് പരിപാടി അങ്ങോട്ട് മാറ്റിയത്. അവിടെ എല്ലാവരും പങ്കെടുത്ത് നമ്മളെ പരിപാടി വിജയിപ്പിക്കണം. നിങ്ങളുടെ കയ്യിലാണ് വിജയം. അപ്പോൾ ഇന്ന് മറ്റുള്ള സോലൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഈ പരിപാടിയിൽ നിങ്ങളെല്ലാ സഹായ സഹകരണങ്ങളും നിർദ്ദേശങ്ങളും തന്ന് ഈ പരിപാടി വിജയത്തിന് നിങ്ങളെല്ലാ പിന്തുണയുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായിട്ട് റിപ്പോർട്ട് അവതരണമാണ് വേദിയിൽ അവതരിപ്പിക്കുന്നു യൂണിറ്റ് ജനറൽ സെക്രട്ടറി ദയാനന്ദകുമാർ. ബഹുമാനായ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾക്ക് മുമ്പിൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കീശ്ശേരി യൂണിറ്റിൻ്റെ 2024-25 പ്രവർത്തന റിപ്പോർട്ട് പൊതുയോഗത്തിന് മുമ്പിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. 2024 മെയ് മാസം 27-ാം തീയതി കീശ്ശേരി ഗ്രേസ് മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന ജനറൽ ബോഡി യോഗം ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാബു ഹാജിയുടെ സാന്നിധ്യത്തിൽ ജനറൽ സെക്രട്ടറി ശ്രീ കുഞ്ഞു മുഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാബു ഹാജി വ്യാപാരിയുടെ പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറി മായപ്പ വിജയൻ, കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റ് സലാം ഗൾഫ് ലാബ്, ഏറനാട് മണ്ഡലം പ്രസിഡന്റ് അൽമായ റസാഖ്, ട്രഷറർ പറമ്പൻ സാദിഖ് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്കുകൾ ട്രഷറർ UK അഷ്റഫ് അവതരിപ്പിച്ചു. റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും യോഗം ഐകകണ്ഠ്യേന അംഗീകരിച്ചു. SLC +2 എന്നിവയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും മാപ്പിളപ്പാട്ടിൽ ചാനലിലേക്ക് ക്ഷണം കിട്ടിയ അനിൽ മാങ്കാവിനെയും 50 വർഷത്തിലധികം കച്ചവടം ചെയ്ത കച്ചവടക്കാരെയും ആദരിക്കുകയുണ്ടായി. തുടർന്ന് നടന്ന 2024-26 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ജില്ലാ സെക്രട്ടറി ശ്രീ മായപ്പ വിജയൻ നിയന്ത്രിച്ചു. 2024-26 വർഷത്തേക്കുള്ള യൂണിറ്റ് പ്രസിഡന്റായി ശ്രീ MK അലി സാഹിബിനെയും സെക്രട്ടറിയായി ദയാനന്ദകുമാറിനെയും ട്രഷററായി UK അസ്രമിനെയും യോഗം വീണ്ടും ഐകകണ്ഠ്യേന തിരഞ്ഞെടുത്തു. യോഗത്തിൽ വെച്ച് മറ്റ് ഭാരവാഹികളായി താഴെ പറയുന്നവരെ തിരഞ്ഞെടുക്കുകയുണ്ടായി. ഐഷ ബോട്ടിക് നാസർ, CM അഹമ്മദ്, CM സുരേന്ദ്രബാബു, ഉണ്ണീൻകുട്ടി, സുഭാഷ്, അഷ്റഫ് സ്റ്റബ്സ്, ഷാഫി, മോയിൻ ഹാജി, KT അഷ്റഫ്, ഹസൻ, നിസാർ, PC അബൂബക്കർ, സമദ് VPS, മജീദ്, റിയാസ്, ഷാജഹാൻ VP, ബിനു, CP ഇബ്രാഹിം, മുഹമ്മദ് KP, മൊയ്തീൻകുട്ടി, നാസർ തഹാനി,
ഷാജഹാൻ പാക്കിംഗ് പോയിന്റ്, സെയ്തലവി പാറയങ്ങൽ, റഹീം, ജുനൈദ്, റിയാസ് കൊടക്കാടൻ, ദാവൂദ് നജ, റഷീദ് കോട്ടാക്കീൻ, റഷീദ് യുവ, ഷെരീഫ് പാണ്ട, സഫറലി MC, ഷംനാസ്, PP അഷ്റഫ്, റഫീഖ് ഐക്കൺ, ഷെരീഫ് ഫ്രൈഡ്ലാൻഡ്, നാസർ എടശ്ശേരി, ആസാദ്, റഫീഖ് അൽദീവാൻ, ബിച്ചു ഫോർ യു, വീരാൻകുട്ടി എന്നിവരെ തിരഞ്ഞെടുത്തു. പുതിയ കമ്മിറ്റിയുടെ പ്രഥമ യോഗം 3/6/2024 കിഴിശ്ശേരി KDS ഓഫീസിൽ വെച്ച് ചേരുകയും യോഗത്തിൽ വെച്ച് ഒന്നാമത്തെ തീരുമാനമായി മരണമടയുന്ന മെമ്പറായ വ്യാപാരിയുടെ കുടുംബത്തിന് 10,000 രൂപ മരണാനന്തര സഹായമായി നൽകുവാനും പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തി. ഈ ആവശ്യത്തിനുള്ള ഫണ്ട് കമ്മിറ്റി അംഗങ്ങൾ തന്നെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ഇത്തരത്തിൽ 5 പേർക്ക് മരണാനന്തര സഹായം നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വ്യാപാരിക്ക് ചികിത്സാ സഹായമായി 5,000 രൂപ 5ഓളം പേർക്ക് നൽകുകയും ചെയ്തു. 4/11/2024 പൂക്കോട്ടൂർ ലേ തോഫ റിസോർട്ടിൽ വെച്ച് നടന്ന യൂണിറ്റ് യൂത്ത് വനിതാ സംയുക്ത യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, സെക്രട്ടറി കുഞ്ഞു മുഹമ്മദ്, വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ജമീല ഐസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ കുഞ്ഞു മുഹമ്മദ്, സെക്രട്ടറി ഷീജ മുഹമ്മദ് എന്നിവരും, യൂത്ത് വിംഗ് പ്രസിഡന്റ് താജുദ്ദീൻ ഉൾമാഞ്ചേരി, സെക്രട്ടറി ആരിഫ് കരുവാരക്കുണ്ട് തുടങ്ങിയ നേതാക്കളും പങ്കെടുക്കുകയുണ്ടായി. സംഘടനാ പ്രവർത്തനം, MDTWF, വൈബ്സ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് നേതാക്കൾ ക്ലാസ് എടുത്തു. ജില്ലാ നേതാക്കളെയും പുതിയ തെരഞ്ഞെടുത്ത വനിതാ വിംഗിൻ്റെ നേതാക്കളെയും ആദരിക്കുകയും ചെയ്തു. വ്യാപാരിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നടത്തിയ രാജ്ഭവൻ മാർച്ചും പാർലമെൻറ്റ് മാർച്ചിലും യൂണിറ്റിൻ്റെ സജീവ പങ്കാളിത്തം പ്രകടമാക്കുകയും ചെയ്തു. വ്യാപാരികളുടെ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്തുകൊണ്ട് പഞ്ചായത്ത് ലൈസൻസ്, ലേബർ ലൈസൻസ്, വെള്ളം പരിശോധന, ഹെൽത്ത് കാർഡ്, തുലാസ് സീൽ ചെയ്യൽ എന്നിവയുടെ അദാലത്ത് നടത്തി. ഏറനാട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ക്യാമ്പ് വയനാട് വൈൽഡ് പ്ലാനറ്റിൽ കിഴിശ്ശേരി യൂണിറ്റിൽ നിന്നും ഭാരവാഹികൾ പങ്കെടുത്തു. കിഴിശ്ശേരി തെരുവ് കച്ചവടത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി നേടിയെടുക്കുകയും ചെയ്തു. യൂണിറ്റിൻ്റെ പ്രവർത്തന മികവ് കണക്കിലെടുത്ത് യൂണിറ്റിൽ നിന്നും സംസ്ഥാന കൗൺസിലിലേക്ക് ആലി സാഹിബിനെയും ജില്ലാ എക്സിക്യൂട്ടീവിലേക്ക് പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെയും, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറിയായി കിഴിശ്ശേരി യൂത്ത് വിംഗിൻ്റെ പ്രസിഡന്റ് PP അഷ്റഫിനെയും, വനിതാ വിംഗിൻ്റെ സംസ്ഥാന കൗൺസിലറായി വനിതാ വിംഗ് കിഴിശ്ശേരി യൂണിറ്റ് സെക്രട്ടറി സജിതയെയും തിരഞ്ഞെടുക്കുകയുണ്ടായി. നമ്മുടെ ഈ പ്രവർത്തനത്തിൻ്റെ മൂലധനമായ കുറിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറിയുടെ സംഖ്യ 5,90,000 2023 മെയ് മാസത്തിലെടുക്കുകയും അത് 2022-24 ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. കുറിയുടെ പിരിവുവാനുള്ള കമ്മീഷനായ 1,89,000 രൂപ കുറി അവസാനിക്കുന്ന 16/8/2024 കണക്കിൽ ചേർത്തിട്ടുണ്ട്. പ്രസ്തുത കുറിയിൽ നിന്നും കമ്മിറ്റിക്ക് കിട്ടാനുള്ള നമ്മളൊരു കുറിക്കാരനായ ആറ്റാശ്ശേരി മുഹമ്മദ് എന്നിവരിൽ നിന്നും 50,000 രൂപയും യമനി മന്തി ഷോപ്പുടമ ഷാഫിയിൽ നിന്നും 40,000 രൂപയും കുറി പിരിവുകാലിൽ നിന്ന് ഏകദേശം 1,00,000 രൂപയും ലഭിക്കാനുണ്ട്. 2025 കിഴിശ്ശേരി ഫെസ്റ്റ് നടത്താൻ കമ്മിറ്റി തീരുമാനമെടുക്കുകയും 14/5/2025 ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. 30/9/2025 നറുക്കെടുപ്പ് നടത്താനും തീരുമാനമെടുത്തു. ഉദ്ഘാടനത്തിന് ശേഷം വമ്പിച്ച ഗാനമേള നടന്നു. തുടർന്ന് എല്ലാ മാസവും പ്രോത്സാഹന സമ്മാനത്തിന് വേണ്ടി നറുക്കെടുപ്പ് നടത്തുകയും ഒന്നാമത്തെ നറുക്കെടുപ്പ് നടന്നത് സൗദി കോംപ്ലക്സിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെരീഫ ടീച്ചർ. ആ യോഗത്തിൽ ഏറനാട് മണ്ഡലം KVVS പ്രസിഡന്റ് ശ്രീ പറമ്പം ബാപ്പുട്ടി, ട്രഷറർ ശ്രീ ജോളി സജീർ, കുഴിമണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രജനി ടീച്ചർ, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ഫൗസി ടീച്ചർ എന്നിവർ നറുക്കെടുക്കുകയും തുടർന്ന് ഗാനമേള പരിപാടി നടക്കുകയും ചെയ്തു. ഈ ഭരണസമിതിയുടെ കാലാവധിയിൽ 20 മീറ്റിംഗ് കൂടുകയും 562 മെമ്പർമാരെ ചേർക്കുകയും ചെയ്തു. MDTWF-ൽ 500ഓളം മെമ്പർമാർ ഇപ്പോൾ നിലവിലുണ്ട്. 2024-25 കാലഘട്ടത്തിൽ ഈ വരവ് 6,76,726 രൂപയും ചെലവ് 9,34,441 രൂപയും ഉണ്ടായി. അതിൽ 1,90,000 രൂപ നമ്മൾ കുറിക്കാരന് കൊടുത്തതും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ എമൗണ്ട്. കിഴിശ്ശേരി ഫെസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന സംഖ്യയും മറ്റു സഹായങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ വ്യാപാരവൻ പുതുക്കിപ്പണിയുന്നതിന് എല്ലാ മെമ്പർമാരുടെയും നിർലോഭമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ജനറൽ ബോഡി യോഗം മുമ്പാകെ അവതരിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയാണ്.
27/5/2024 നമ്മൾ നടത്തപ്പെട്ട ജനറൽ ബോഡിയിൽ വരവ് ചെലവുകൾ ഓഡിറ്റ് ചെയ്ത് തിട്ടപ്പെടുത്തി കണക്കവതരിപ്പിച്ച ബാക്കി തുക 30,189 രൂപ കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡിയിൽ. വയനാട് ദുരന്തം നമ്മൾ കച്ചവടക്കാരുമായി പങ്കുവച്ച് പിരിച്ചെടുത്ത സംഭാവന 1,91,000 രൂപ. ചിറ്റങ്ങാടൻ അബ്ദുറഹ്മാൻ ചികിത്സാ സഹായ ഫണ്ട്, അബ്ദുൽ സലീം കേട്ടോ, ചികിത്സാ സഹായ ഫണ്ട് നമ്മൾ പിരിച്ചെടുത്തത് 91,387 രൂപ. നമ്മളെ വെള്ളം ചെക്കിങ് ഹെൽത്ത് കാർഡ് സംബന്ധമായ ക്യാമ്പ് നടത്തിയതിൽ അതിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയത് 4,400 രൂപ. 2024-25 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് തുകയിൽ 562 മെമ്പർഷിപ്പ് വന്ന് ഇപ്പോൾ അത് ഇന്ന് കൂടി രജിസ്ട്രേഷൻ 700-ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അടച്ചത് 562 പേർക്ക് പിരിച്ചെടുത്ത തുക 500 വെച്ചിട്ട് 2,81,100 രൂപ. വ്യാപാര ഭവൻ റൂം വാടക കൊടുത്തതിൽ കിട്ടിയത് 6,750 രൂപ. പിന്നെ അടിയിലൊരു കടമുറി വേറെ രണ്ടാമത് കൊടുത്തത് 72,000 രൂപ. ടോട്ടല് 6,76,726 രൂപ നമുക്ക് വരവായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ചെലവിലേക്കാണ് കിടക്കുന്നത്. 2024 ജനറൽ ബോഡി അതിൻ്റെ ചെലവിലേക്ക് 1,12,400 രൂപ കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമുക്ക് ചെലവ് വന്നത്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് മണ്ഡലം, മലപ്പുറം, മറ്റ് മേഖലകളിലേക്ക് പോയ യാത്രാ ചെലവ് 16,657 രൂപ. പ്രിൻറ്റിങ്, സ്റ്റേഷനറി സാധനങ്ങൾ, അതായത് പേന മറ്റും ഉള്ള സംഗതികളും ഈ പേപ്പറുകളും മറ്റുമൊക്കെ ആയിട്ട് 4,050 രൂപ. ഓഫീസിൻ്റെ കറണ്ട് ബില്ല് 1,778 രൂപ. അഫിലിയേഷൻ മലപ്പുറത്ത് നമ്മളെ രജിസ്ട്രേഷന് അഫിലിയേഷൻ അടച്ചത് 1,50,620 രൂപ. വയനാട് ദുരന്തത്തിൽ തെരുവ് കച്ചവടത്തിന് നമ്മൾ കോടതിയിൽ സമീപിച്ചതിന് കോടതിയിൽ നമ്മൾ അടച്ചത് 45,050 രൂപ. ഡൽഹി മാർച്ച്, രാജ്ഭവൻ മാർച്ച്, തിരുവനന്തപുരത്ത് നടന്ന രാജ്ഭവൻ മാർച്ചും ഡൽഹിയിൽ നടന്ന മാർച്ചും കൂടി നമുക്ക് ചിലവ് വന്നത് 49,276 രൂപ. അതിന് ആളെ അങ്ങോട്ട് എത്തിക്കാനും അതിൻ്റെ ചിലവുകളാണ്. ചിറ്റങ്ങാടൻ സലീം ചികിത്സാ സഹായ ഫണ്ട് നമ്മൾ പിരിച്ചെടുത്തത് 91,387 റുപ്യാണ്. അത് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചുകൂടി ഫണ്ട് എടുത്തിട്ട് 95,000 രൂപ അവനെ ഏൽപ്പിക്കുകയുണ്ടായി. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ചിലവ് കീശ്ശേരി വെച്ചിട്ട് നടക്കുന്ന നമ്മളെ എക്സിക്യൂട്ടീവ് കൂടുന്ന മീറ്റിങ്ങുകളിൽ അതിൻ്റെ ചിലവുകൾ, ചായ, വള്ളങ്ങൾ മറ്റൊക്കെ ആയിട്ട് 20,740 രൂപ. വയനാട് ദുരന്തം സംഭാവന നമ്മൾ പിരിച്ചെടുത്തത് 1,91,000 രൂപയാണ്. അത് കൊടുത്തതും 1,91,000 രൂപ ആ ഫണ്ടിലേക്ക് അടച്ചു. ഏറനാട് മണ്ഡലം പഠന ക്യാമ്പ്, വയനാട് നടന്ന ഒരു ക്യാമ്പിന് പങ്കെടുപ്പിക്കാൻ വേണ്ടി നമ്മുടെ യൂണിറ്റിൽ നിന്ന് 7-8 ആളെ പങ്കെടുപ്പിച്ചു. അതിന് ചിലവ് വന്നത് 24,000 രൂപ. കഴിഞ്ഞ വർഷത്തെ കുറിയുടെ മൂപ്പ് കഴിഞ്ഞ വർഷത്തെ ജനറൽ ബോഡിയിൽ വായിച്ചു പോയതാണ് 5,90,000 രൂപ. ആ പൈസ എടുത്തുകൊണ്ടാണ് ഇതുവരെയുള്ള ചിലവുകളൊക്കെ നടന്നു പോകുന്നത്. അതിൽ അന്ന് ആ പിരിവുകാരൻ്റെ കമ്മീഷൻ കൊടുത്തത് 1,89,000 രൂപ. അത് പിരിച്ചെടുക്കുന്ന ആളെ 3.5 വർഷത്തെ അയാളെ ശമ്പളമാണ്. പിന്നെ മറ്റു ചിലവുകൾ ആഗസ്റ്റ് 15, അതുപോലെ വ്യാപാര ദിനം, റിപ്പബ്ലിക് ദിനം, ഇതിനൊക്കെ നമ്മൾ ചെറിയ മധുര പലഹാരങ്ങളൊക്കെ അങ്ങാടി വെച്ചിട്ട് വിതരണം ചെയ്യുകയും അതിന് തോരണം തൂക്കുകയൊക്കെ ചെയ്യാത്ത ചിലവ് 10,130 രൂപ. പിന്നെ നമ്മുടെ ചികിത്സാ സഹായ ഫണ്ട് 5 പേർക്ക് നമ്മൾ ചികിത്സാ സഹായ ഫണ്ട് 5,000 വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് 25,000 രൂപ. അങ്ങനെ 9,34,441 രൂപ ചിലവ് വന്നിട്ടുണ്ട്. ടോട്ടൽ ചിലവ് 9,34,441 രൂപയും വരവ് 6,76,726 രൂപയും. നമുക്കിതിൽ കമ്മി ബജറ്റ് വന്നത് 2,57,715 രൂപ. ഇപ്പോൾ കമ്മിയിലാണുള്ളത്. ഇപ്പോൾ
നിലവിലൊരു കുറി നടക്കുന്നുണ്ട്. അതിൻ്റെ മൂപ്പ് എന്നാണ് ബാക്കി ചിലവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങുന്നത്. അത് അടുത്ത ജനറൽ ബോഡിയിലാണ് ഈ അവതരിക്കുമ്പോൾ ആണ് ഇത് തിട്ടപ്പെടുത്തി കണക്കാവുക. അപ്പോൾ കഴിഞ്ഞ ഇനി എടുക്കാനുള്ള മൂപ്പിൽ നിന്ന് എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ റെക്കോർഡിക്കലും എല്ലാ കാര്യങ്ങളും സെക്രട്ടറി മുമ്പാകെ വൗച്ചറുകളടക്കം തെളിവുകൾ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ലെങ്കിൽ ഇത് ഇവിടെ കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ചെലവിന് കഴിഞ്ഞ ജനറൽ ബോഡിയിൽ നമ്മൾ വായിച്ചതാണ് 562 ആൾക്ക് 500 വീതം വരവ് വാങ്ങിയത് മെമ്പർഷിപ്പ് വകയിൽ. ഇല്ല ചെലവിന് നമ്മൾ 1 ഉറുപ്പ്യ വാങ്ങിയിട്ടാ ഇന്ന് വരെ. അതൊന്ന് മനസ്സിലാക്കണം നമ്മളെ ഈ വ്യാപാരി സുഹൃത്തുക്കൾ. ഇന്ന് വരെ മെമ്പർഷിപ്പ് വകയിലും കുറി മൂപ്പ് വകയിലും അല്ലാതെ നമ്മളൊരു പൊതു പിരിവ് ഇന്ന് വരെ നമ്മളെ യൂണിറ്റിൽ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിരിച്ചിട്ടില്ല. ചികിത്സാ സഹായ ഫണ്ടുകളും ഒരുപാട് സംഗതികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അതുപോലെ പിരിച്ചിട്ട് അതുപോലെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത്രക്കും മാതൃകാപരമായിട്ട് നമ്മൾ ഈ സംഘടനനെ ഈ യൂണിറ്റിനെ മുന്നോട്ട് തള്ളുന്നു. ഇനി മറ്റൊന്ന്, നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ പിരിക്കാതെ തന്നെ ഇങ്ങനത്തെ സമൂഹ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് സഹായിച്ചു. നമ്മൾ മൊത്തം ഇപ്പോൾ ഇന്നടക്കം 700-ൽ പരം മെമ്പർമാരായി. ഇപ്പം കുറച്ച് യൂണിറ്റ് മെമ്പർമാർ കൂടി പുതിയ ചേർന്നിട്ടുണ്ട്. 700-ൽ പരം മെമ്പർമാർ നമുക്കിപ്പോൾ ഈ യൂണിറ്റിലുണ്ട്. ഈ 700-ൽ പരം മെമ്പർമാർക്ക് 700 കടകൾക്ക് പുറമെ ഈ അങ്ങാടിയിൽ മെമ്പർഷിപ്പ് എടുത്തതും മെമ്പർഷിപ്പ് എടുക്കാത്തതുമായ ഒരുപാട് കച്ചവടക്കാർ വേറെയുണ്ട്. അങ്ങനെ 1500-2000-ൻ്റെ ഇടയിൽ പീഡികകളിൽ പല പൊതു പ്രവർത്തനങ്ങളിലായിട്ട് പല മേഖലകളിലായിട്ട് നമ്മളവിടെ കച്ചവടക്കാരുണ്ട്. ഈ കച്ചവടക്കാരിൽ നമ്മൾ ശരാശരി നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല ഇതുവരെ. നമ്മളെ പ്രവർത്തകർ ഒരു കടയിൽ 5 ആളെ വെച്ച് പണിക്ക് കൂട്ടുകയാണെങ്കിൽ എത്ര ആളുണ്ടാവും? ചുരുങ്ങിയത് 10,000 ജീവനക്കാരെ നമ്മൾ ഒരു ദിവസം നമ്മളെ ചെലവിൽ നമ്മളെ സഹായത്തോടു കൂടി ഈ നാട്ടിൽ ജീവിച്ചു കൊണ്ട്. ഇത് മറ്റാർക്കും ഈ പഞ്ചായത്ത് ജീവനക്കാർക്കോ മറ്റോ ഈ അധികൃതർക്കോ ഇതിൽ ഒരു വിശ്വാസവും അങ്ങനെ ഒരു നമ്മൾ ഇത്രയും ജനങ്ങളെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മളെ ആശ്രയിച്ച് ജീവിക്കണമല്ലോ ഈ 10,000 ആൾക്കാർ. ഈ 10,000 ആൾക്കാർ ഈ ജീവനക്കാർ ഇവിടെ വരുന്നത് എങ്ങനെ? അതിൽ ചുരുങ്ങിയത് ഒരു 5,000 ആൾ മോട്ടോർ സൈക്കിളോ ജീപ്പോ എന്തെങ്കിലും കാറോ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ അങ്ങാടിക്ക് വരുന്നത്. ഈ അങ്ങാടിക്ക് വരുന്ന ഈ 5,000 വണ്ടികൾ, ഈ 5,000 വണ്ടികൾ നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്താൽ ഇവിടെ എന്തൊക്കെ തിരക്കുകളുണ്ടാവും? ട്രാഫിക് ബ്ലോക്ക് ഇവിടെ തീർക്കാൻ കഴിയുമോ? ഈ ആളുകൾ ഈ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പൊതു സ്ഥലങ്ങളിൽ സ്വകാര്യ വ്യക്തികളുടെ തൊടുവിലും മറ്റുമിലായിട്ട് പാർക്ക് ചെയ്തിട്ടാണ് അവരെ ചോറ്റുമ്പതിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഞ്ചി കുടിച്ചിട്ടാണ് കടകളിലേക്ക് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതൊരു വിഷയമാണ്. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടായി നമ്മൾ ഈ സംഘടനനെ എല്ലാ ഈ കച്ചവടക്കാരും നമ്മളെ തൊഴിലാളികളും ഒക്കെപ്പാടെ സഹകരിച്ചുകൊണ്ടാണ് ഇത്ര വലിയൊരു യൂണിറ്റിനെ തള്ളി നിൽക്കുന്നത്. അവരോടൊക്കെ ഒരു സഹകരണ, അവരൊക്കെ പ്രത്യേകം നന്ദി പറയണം. നമ്മളെ തൊഴിലാളികളാണെങ്കിലും ഇത്രയും. എന്നിട്ട് ഈ പഞ്ചായത്തിൽ എന്താണ് ഇവിടെ ഇപ്പം 2-3 ദിവസം മുന്നേ നമ്മളെ വേലി കെട്ടിയ കടൻ്റെ മുന്നിൽ വണ്ടി വെക്കാൻ ഒരു ഇറക്കി കെട്ടിയ ഒരു സാധനം ഉണ്ട്. അതിന് പേപ്പർ കൊടുത്തിട്ടുണ്ട്, അത് എടുത്ത് ഒഴിവാക്കണം. ഈ 5,000 കണക്കിന് വണ്ടികൾ നമ്മൾ പൊതുസ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ട്രാഫിക് ഇല്ലാതെ നിയന്ത്രിച്ചുകൊണ്ടാണ് വ്യാപാരികൾ ഈ കച്ചവടം നിയന്ത്രിക്കുന്നത്. ഇവിടെ ഈ പെർമിഷൻ കൊടുത്ത ഈ 1,000 വണ്ടിയില്ല, ഓട്ടോറിക്ഷക്കാർ എത്ര ഉണ്ട്? ഇവർക്ക് ട്രാഫിക് സൗകര്യം ഒരുക്കാനാണ് ഈ പഞ്ചായത്ത് നമ്മളെ ഈ വ്യാപാരികളെ മൈൻഡ് ചെയ്യാതെ പോകുന്നത്. ഇങ്ങനത്തെ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമ്മളെ ഈ ചെറുകിട നമ്മളെ ഈ യൂണിറ്റ് കിശ്ശേരി യൂണിറ്റ് മുന്നോട്ട് പോകുന്നത്. ആയതിനാൽ ഈ എല്ലാവർക്കും ഈ യൂണിറ്റിനോട് സഹകരിച്ച് നമ്മൾ സാമ്പത്തികം എങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ മറ്റൊന്നും പിരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വ്യക്തമാക്കി പറഞ്ഞത്. ഇനി ഇതിൽ വ്യക്തമാക്കി പറയാൻ പറ്റിയ ഒന്നുകൂടിയുണ്ട്. ഈ പുതിയ കുറി മൂപ്പെടുത്തിട്ടില്ല. ഇതിൽ പല ആളുകളുണ്ട് അടുത്ത ജനറൽ ബോഡിയിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. ഈ പുതിയ മൂപ്പെടുക്കാനുള്ള കുറിൻ്റെ ചിലവുകളാണ് ഇപ്പോൾ നമ്മളെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വരവ് ചിലവുകൾ ഇനി അടുത്ത കമ്മിറ്റിയിൽ വായിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കമ്മിറ്റിക്ക് മുമ്പാകെ ഈ വരവ് ചിലവുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് വ്യാപാരി വ്യവസായി. ഓക്കെ, താങ്ക് യു. ഇനി വേദിയിൽ
നമ്മുടെ ഷോപ്പിംഗ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മാന കൂപ്പൺ നമുക്കറിയാം. ആ സമ്മാന കൂപ്പണിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുകയാണ് വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഉണ്ണീൻകുട്ടി അവർ. സദസ്സിലുള്ള വ്യാപാരി സുഹൃത്തുക്കളെ, മെമ്പർമാരെ, സുഹൃത്തുക്കളെ, വ്യാപാരിൻ്റെ ഫെസ്റ്റിവൽ അനുബന്ധിച്ച് നമ്മൾ നമ്മൾ വ്യാപാരികളാണിത് അറിയേണ്ടത്, വ്യാപാരികളെ സംഗതിയാണ്. അതുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത ആൾ എന്ന നിലക്ക് 1,50,000 കൂപ്പണാണ് നമ്മൾ അടിച്ചത്. 1480 ബുക്ക് 100-ൻ്റെയും 50 പീസ് വെച്ചിട്ടുള്ള ബുക്ക് 40-ൻ്റെയും അങ്ങനെ അടക്കം 1,50,000 നമ്പർ കൂപ്പൺ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇതിൽ ഏറ്റവും രസം നേരത്തെ ഇവിടെ അസ്രഫ് പറഞ്ഞ മാതിരി 700-ൽ പരം മെമ്പർമാരെ നമ്മൾ വ്യാപാരി സുഹൃത്തുക്കൾ വ്യാപാരിയിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിന്. ഇപ്രാവശ്യം രണ്ടാമത് പുതുക്കിയത് ഏകദേശം 563 പേരേ ഉള്ളൂ. ഈ 563 പേരിൽ ആകെ ഈ സംഭവവുമായി സഹകരിച്ചത് 343 പേരുള്ളൂ. ഇതൊക്കെ നമ്മൾ അറിയണം, ഇത് എങ്ങനെ ഇത് നടന്നതെന്നുള്ളത് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും അറിയണം. ഇതിൽ ഈ വ്യാപാരി സുഹൃത്തുക്കൾ ഇതുമായി സഹകരിക്കാത്ത ഒരുപാട് വ്യാപാരികളുണ്ട്. ഇതുമായി സഹകരിച്ചാൽ കഴിയുന്ന ആൾക്കാരുണ്ട്. നേരത്തെ അലിയാപ്പു ഓരോ കാര്യങ്ങൾ ഹീറ്റായി പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിൻ്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്. ഇതുപോലത്തെ ഓരോ സംഗതികൾ കാണുമ്പോൾ വ്യാപാരിൻ്റെ ഇടയിൽ തന്നെ ഈ സംഘടനക്കെതിരെ എന്ന് പറഞ്ഞുകൂടാ, സംഘടനയുമായി സഹകരിക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അതേ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം പറയാനുള്ളത് 343 വ്യാപാരികളെ ഇതുമായി സഹകരിച്ചിട്ടുള്ളൂ. സഹകരിച്ചാൻ പറ്റുന്ന വ്യാപാരികൾ, നല്ല കച്ചവടമുള്ള വ്യാപാരികൾ, ഒരു ബുക്ക് എടുത്ത ആൾക്കാരുണ്ട്. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഇതുമായി സഹകരിച്ച ഐഷ ബോട്ടിക്ക് ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റത് ഐഷ ബോട്ടിക്കാണ്. 65 ബുക്കുണ്ട്. ഈ 65 ബുക്ക് വിറ്റ് 65,000 കസ്റ്റമേഴ്സിന് ആ പ്രിയ സുഹൃത്ത് നാസർ ഐഷ ബോട്ടിക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട്. 65,000 കസ്റ്റമേഴ്സ് ആ പീടിക വന്നോ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അത്ര ഏറ്റവും കൂടുതൽ സഹകരിച്ച് ഈ ഇതുമായി സഹകരിച്ച് ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റ് 1ാം സ്ഥാനം നേടിയത് ഐഷ ബോട്ടിക്കിലെ അബ്ദുൽ നാസറാണ്. നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അദ്ദേഹത്തിന് 1, 2, 3 സമ്മാനം. ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റ ആൾക്കാർക്ക് നമ്മൾ പ്രോത്സാഹന സമ്മാനം ഫോണാണ് വാഗ്ദാനം ചെയ്തത്. അത് ഫോൺ കൊടുക്കും അവർക്ക്. 2ാം സ്ഥാനം നമ്മൾ ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റത് രണ്ടാമത് കച്ചവടക്കാരിൽ ഏറ്റവും കൂടുതൽ കൂപ്പൺ വിറ്റത് ബട്ടർ ചോയ്സ് ആണ്. ബട്ടർ ചോയ്സ് വിറ്റത് 63 ബുക്കാണ്. പിന്നെ അവർ തുടർച്ചയായി 1.5 ലക്ഷം കൂപ്പൺ വിൽക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. വേറെ അദ്ദേഹത്തിന് വേറൊരു വ്യാപാരികളുടെ എന്തൊക്കെ അദ്ദേഹത്തിന് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇഷ്ടമില്ലാത്ത എന്തോ കാര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് എന്നോട് പറഞ്ഞു, പല വഴികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ സ്റ്റോപ്പ് ചെയ്ത് അയാൾ സ്വന്തമായിട്ട് രണ്ടാമത് അവിടെ ഒരു കൂപ്പൺ അടിച്ച് വിൽപ്പന നടത്തി. വിൽപ്പന എന്ന് വെച്ചാൽ സമ്മാന കൂപ്പൺ വിതരണം ചെയ്തു. അദ്ദേഹം 1.5 ലക്ഷം വാഗ്ദാനം ചെയ്തിരുന്നു. നമുക്ക് 63 ബുക്കാണ് അദ്ദേഹം. എന്നാലും അദ്ദേഹം 2ാം സ്ഥാനത്ത് ഇതിൽ നമ്മളെ ഇതിൽ പരിപാടിയിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തുള്ളത് അതുപോലെ തന്നെ തഹാനി മെറ്റൽസാണ് 53 ബുക്ക്, 52 ബുക്ക്. ഈ 52 ബുക്ക് എന്ന് പറയുമ്പോൾ 52x100 അത്രയും കസ്റ്റമേഴ്സ് ആ പീടികയിൽ വന്ന് നമ്മൾ ഊഹിക്കണം. അത് എത്രക്കാണ് കൊടുത്തെന്നുള്ളത് അവരാണ് തീരുമാനിക്കുക. 1000-നാണോ 500-ആണോ 2000-നാണോ എന്നുള്ളത്. പിന്നെ ഉള്ളത് യുവ റഷീദ് 44 ബുക്ക്. ഇപ്പോൾ 1, 2, 3 ആൾക്കാർക്ക് ഇത് ബുക്ക് കൊടുക്കണോ, അല്ല നമ്മൾ സമ്മാനം കൊടുക്കുന്നുള്ളൂ. മറ്റേത് 44 ബുക്ക്. പിന്നെ അതിൽ പാടുമായി വന്ന് 30-ൻ്റെ മേലെ, ഏകദേശം 30-ൻ്റെ അടുത്തുള്ള കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്, നമ്മളെ കച്ചവടക്കാരുണ്ട്. ഒന്ന് ABH മാള്, അൽ ദീവാന്, പുലരി സ്റ്റേഷനറി, ലൈഫ് കാർട്ട്, ചെട്ടിയാർ ടെക്സ്റ്റൈൽസ്, ബിഗ് ഷൂ, ഇവരെല്ലാം ഏകദേശം 20-30-ൻ്റെ ഇടയിൽ കൂപ്പൺ വിൽപ്പന നടത്തിയ ആൾക്കാരാണ്. ഇവരൊക്കെ നമ്മൾ അനുമോദിക്കണം. അത് ഒരു കൂപ്പൺ എടുക്കാത്തവരും ഒരു ബുക്ക് എടുത്ത് വിളവ് കാണിച്ച ആൾക്കാരുണ്ട്. അവരിത് ഓർക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. പറഞ്ഞത് സംഘടന ലെവലിൽ സംഘടന ഉത്തരവാദിത്വം കൊണ്ടാണ് പറയുന്നത്. നാളെ സംഘടന ഉത്തരവാദിത്വം മാറ്റിയാൽ ഞാനത് പറയില്ല. ആ രീതിയിൽ അങ്ങനെ സംഘടനക്കും വേണ്ടി പറയാം, സംഘടന വിജയത്തിനും വേണ്ടിയാണ് ഈ പറയുന്നത്, അതായത് വ്യക്തി വിരോധത്തിലേക്കല്ല. അതുപോലെ തന്നെ 10 മുതൽ ഏകദേശം 10 കൂപ്പൺ മാനു ഇറച്ചിക്കട 10 ബുക്ക്, വത്തനി ട്രേഡേഴ്സ്, പുതുമ ടെക്സ്റ്റൈൽസ്, ഫ്രഷ് മാർട്ട് എക്കാർമത്തുള്ള സുഹൃത്ത് 10 ബുക്ക് വരെ വിട്ടിട്ടുണ്ട്. ഈ ബിഗ് ഷൂ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഇതുമായി സഹകരിച്ച് ഒരു 5000 5 ബുക്ക്, ഒരു 5000 കൂപ്പൺ കൊടുത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ പറയുന്നത് വെച്ചാൽ ഈ കൂട്ടത്തിൽ ഒന്നും എടുക്കാത്തവരും
ഒരു ബുക്ക് എടുത്ത് വെള് കാണിച്ചാലും 50 ലീഫ് എടുത്തോളം ആൾക്കാരെ കൈ കൂട്ടത്തിലുണ്ടാവും. അത് ഒരു കാണാനും കേൾക്കാനും ഇനി അടുത്ത നെക്സ്റ്റ് ഒരു കമ്മിറ്റി ഇതുപോലെ ഫെസ്റ്റിവൽ വരുമായി സഹകരിക്കണം, എങ്ങനെ സഹകരിക്കണം എന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ കാര്യം ഇവിടെ അറിയിക്കുന്നത്. നമ്മൾ അറിയണമല്ലോ, നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഇതൊരു കൂട്ടായ്മയാണല്ലോ. പിന്നെ കിച്ചൺ ഹബ്ബ്, സുഭാസ് എക്സൽ, BP വെജിറ്റബിൾ, കൊടക്കാടൻ ഫുട്വെയർ, വൈറ്റ് ലുക്ക്, മീന ട്രേഡേഴ്സ്, ഹുദ ബുക്സ്, വസന്ത ടെക്സ്, റിയാസ് ചിക്കൻ, ഷെരീഫ് ഫ്രൈഡ് ലാൻഡ്, ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ്, കീശേരി ക്ലാസ് മാർട്ട്, ബ്രോസ്റ്റ് റോസ്റ്റാർ, ലോ റേഞ്ച് ഫുട്വെയർ, വൈറ്റ് മാർട്ട്, ഡെൽറ്റ, ലിയ ഫാൻസി, നൂർ ടൈൽ, ഏഷ്യൻ ഇലക്ട്രിക്കൽസ്, പുത്തൻ പീടിക. ഇവരെ ഏകദേശം ഒരു 5 മേലും ബുക്ക് എടുത്തവരാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതേ പറയാനുള്ളൂ. ഏതായിരുന്നാലും 1,50,000 കൂപ്പം അടച്ചിട്ട് ഇനി വിൽപ്പന നടത്തിയതിൻ്റെ കാര്യം പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞല്ലോ 1,05,20, അതായത് 1,480 100 ലീഫിൻ്റെ ബുക്കും പിന്നെ 50 ലീഫിൻ്റെ ബുക്കുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ചിലവായത്, ആ ചിലവാകുമ്പോൾ ഞങ്ങൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മളിതിൻ്റെ ഇതൊരു ബിസിനസ് എന്ന നിലക്കല്ല, ഇത് നമ്മളെ ഈ കീശേരി യൂണിറ്റ് വ്യാപാരി വ്യവസായിൻ്റെ പുരോഗതിക്കും ഓഫീസൊക്കെ ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്ത് ഇതുപോലെ പ്രയാസപ്പെടുന്ന നമ്മളെ പിന്നെ വ്യാപാരി സുഹൃത്തുക്കൾ എന്തെങ്കിലും പെട്ടെന്ന് അറ്റാക്കോ എന്തെങ്കിലും വിഷയം, അറ്റാക്കോ ഇതല്ല, എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രയാസം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ ഒരു ഭദ്രത ഉണ്ടാക്കുമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. ഇത് വിജയിക്കുകയാണെങ്കിൽ 1,50,000 കൂപ്പം വിജയിക്കുകയാണെങ്കിൽ 15 ലക്ഷം രൂപ നമ്മളെ ഈ ആസ്തിയിലേക്ക് വന്നിരുന്നു. ഇതാരും വിജയിപ്പിച്ചില്ല. നമ്മളെ പോലത്തെ കച്ചവടക്കാർ കുറച്ചൊക്കെ ഇത് സഹകരിക്കുന്നതുകൊണ്ട് വിജയിച്ചില്ല. ആകെ ചിലവായത് 1073 ബുക്ക്, ബാക്കി ബുക്ക് ബാലൻസാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയാണ്. പലരും ഇതിൻ്റെ സഹകരിച്ച അതിൻ്റെ ഭാരവാഹികൾ സമീപിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒരു വേറെ നിലക്ക് മെയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും. അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ചെറിയൊരു വേദന, അത് വിജയിക്കുകയാണെങ്കിൽ ആർക്കാണ് മെച്ചം? ഈ യൂണിറ്റിനാണ് മെച്ചം. ഈ യൂണിറ്റിന് മെച്ചമുണ്ടായാൽ ആർക്കാണ് മെച്ചം? നമ്മളെ കച്ചവടക്കാർക്കാണ് മെച്ചം. അതുകൊണ്ട് ആ രീതിയിലേക്ക് ഇത് പോകാത്തതുകൊണ്ട് വലിയൊരു സങ്കടമുണ്ട്. അത് നിങ്ങളെ അറിയിക്കുകയാണ്. അതിൽ 344 ബുക്ക് ഇവിടെ ബാലൻസ് ആയിട്ടുണ്ട്. 344 ബുക്ക് 100ൻ്റെ ബുക്ക് ഇവിടെ ബാലൻസ് ആയിട്ടുണ്ട്. 1073 ബുക്ക് നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഇവിടെ ഉണ്ടാവുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് വ്യാപാരി സുഹൃത്തുക്കളായി നമ്മൾ അറിയേണ്ട വിഷയമാണ്. ഇതൊക്കെ കണക്ക് നമുക്ക് വായിക്കണമല്ലോ. ഇതിൻ്റെ സാമ്പത്തികം കളക്ഷനൊക്കെ നടത്താനുണ്ട്. ഇത് രാവും പകലും പിന്നെ അധ്വാനിക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രസ്റ്റ് അടക്കമുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാരുണ്ട്. ഇതിന് നിരന്തരം അവരൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ അവരെ തിരക്കുള്ള പീഡികളൊക്കെ ഒഴിവാക്കി കൂട്ടി കണ്ട് ഇത് വ്യാപാരി മറ്റു സുഹൃത്തുക്കളൊക്കെ കേൾക്കാനുള്ള പറയാണ്. അവർ നല്ല തിരക്കുള്ള നിരന്തരം കച്ചവടക്കാർ വരുന്ന കസ്റ്റമേഴ്സ് വരുന്ന പീഡിയത്തെ ആൾക്കാർ പീഡിയ ലോക്ക് ചെയ്തിട്ട് ഈ കൂപ്പൺ ശേഖരിക്കാനും കൂപ്പൺ വിൽപ്പന നടത്താനും ക്യാഷ് വാങ്ങാനും ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാരെ ഫുൾ ടൈം അതുകൂടി ഇത് അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് അതേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് സമ്മാനം, നേരത്തെ ഇവിടെ പിന്നെ അലിയാപ്പ് പറഞ്ഞു, ഇത് നമുക്ക് സമ്മാനങ്ങൾ ഇടയ്ക്ക് ഓരോ മാസം നമ്മൾ ഓരോ സമ്മാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് 1ാം സമ്മാനം നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം. 2ാം സമ്മാനം, 1ാം സമ്മാനം നേരത്തെ പറഞ്ഞ പോലെ 1.25 ലക്ഷം രൂപ ഇവരെ വരുന്ന TVSൻ്റെ മോട്ടോർ സൈക്കിളാണ്. അത് കൊടുക്കുന്നത് നേരത്തെ അലിയാപ്പ് പറഞ്ഞു ഗൾഫ് ഇന്ത്യൻ ടെക്സൈസാണ്. ഇതൊക്കെ തയ്യാറായി, എന്തിനു വേണ്ടി അവരൊക്കെ തയ്യാറായി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇതൊക്കെ വിജയിക്കട്ടെ, നമ്മളെ യൂണിറ്റിനും അതുമായി ബന്ധപ്പെട്ട് ലാഭം കിട്ടട്ടെ. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ട് കൊടുക്കല്ലോ. അവർ നമ്മളുമായി സഹകരിച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അവർക്ക് എന്തായാലും അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഗൾഫ് ഇന്ത്യൻ ടെക്സൈസ്, ഗൾഫ് ഇന്ത്യൻ ഗോൾഡ് സൂക്കാണ് 1ാം സമ്മാനം. അവരെ വീടിന് മുന്നിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 2ാം സമ്മാനം ബിസ്മി ഇലക്ട്രിക്കൽസ്, ബാലത്തുപറയിലുള്ള സമ്പിങ് ആൻഡ് വയറിംഗ് കടയാണ്. 3ാം സമ്മാനം സുരിയ ഗ്രൂപ്പ്. ഇതൊക്കെ 40,000 രൂപ വില വരുന്ന സാധനങ്ങളാണ്. ഫ്രിഡ്ജ് 2 പേർക്ക് നേരത്തെ പറഞ്ഞു, ലൈഫ് കാർട്ടും വൈറ്റ് മാർക്കും. ബെഡ് ബിസ്മില്ലാൻ്റെ ഇവിടെ നറുക്കെടുക്കാനാണ് പറയുന്നത്. നേരത്തെ സമ്മാനങ്ങൾ പറഞ്ഞതൊക്കെ അലിയാപ്പ് പറഞ്ഞിട്ടുണ്ട്. ബെഡ് ബിസ്മില്ല പറഞ്ഞിട്ട് 2 പേർക്ക് നറുക്കെടുക്കണം. TV അറേബ്യൻ ഗോൾഡിൻ്റെ ഒരാൾക്ക് നറുക്കെടുക്കണം. മിക്സി ഒരാൾക്ക് എടുക്കണം. സീരി ഫാന് കിച്ചൺ ഹബ്ബ് കൊടുക്കുന്ന ഒരാൾക്ക് എടുക്കണം. ഐസ ബൊട്ടിക്ക് 3000 രൂപയുടെ പർച്ചേസ് ഓരോ മാസം ചെയ്ത് ഇനി 1 ബാലൻസ് ഉണ്ട്. ഇതിൻ്റെ പുറമായിട്ട് ഐസ ബൊട്ടിക്ക് കൊടുക്കുന്നതാണ്. സീന സൈക്കിൾസ് നേരത്തെ പറഞ്ഞു 4 വയസ്സ് വരെ ഉപയോഗിക്കാവുന്ന കുട്ടികൾക്കുള്ള സൈക്കിൾ ഹൈദരാക്ക കൊടുക്കുന്നുണ്ട്, അത് എടുക്കണം.
തൗഫീഖ് ജല്ലിയുടെ ഗോൾഡ് കോയിൻ ഒരു 6 ഒരു കൊടുത്തു, 9 ടോട്ടൽ കൊടുത്തിട്ടുണ്ട് ഓരോ മാസമായിട്ട്. ഇനി 3 നറുക്ക് ജ്വല്ലറിൻ്റെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാണ്ട്. പിന്നെ VPS വെജിറ്റബിൾ, പിന്നെ 3 പേർക്ക് വെജിറ്റബിൾ കിറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഇവിടെ നിന്ന് എടുക്കണം. MC ഫ്ലോർ മില്ല് 1 കിറ്റ്, റോയൽ ബേക്കറി 2 കിറ്റ്, മൊറൂസ് മാറ്റേഴ്സ് 2 ബെഡ്, ഇത്രയും സാധനം എടുക്കണം. അതിൻ്റെ പുറമെ ഞാൻ നമ്മളെ കമ്മിറ്റി കൂടി ആലോചിച്ച് ഇത് നല്ല രീതിയിൽ ഇതൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു കൂപ്പൺ അടിച്ചിരുന്നു. ആ കൂപ്പൺ 2 കൂപ്പണേ പറഞ്ഞത് ഭക്ഷണത്തിന് ഉപയോഗിക്കുക. ആ നമ്പർ എടുത്തിട്ട് ഇവിടെ നിന്നൊരു നറുക്കെടുപ്പ്, ഒരു 25 ആൾക്ക് ഫുഡ് കൂപ്പൺ, വേറെ എന്തെങ്കിലും സമ്മാനങ്ങൾ എന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു പണി ചെയ്തതാണ്. അത് ചെറിയ ഫാൾട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ തന്നെ മെമ്പർഷിപ്പ് പുതുക്കിയവരാരാണ്, ഈ കൊല്ലം പുതുക്കിയണോ ഒന്നും അറിയണില്ല. പക്ഷേ ചിലവർ കടയിൽ കൊടുത്തിട്ടുണ്ട്. കടയിൽ മുതലാളി മുതലാളീൻ്റെ അടുത്തേക്ക് കൊടുത്തത് അല്ലെങ്കിൽ തൊഴിലാളിൻ്റെ അടുത്തേക്ക് കൊടുത്തത് അത് യഥാർത്ഥ മുതലാളിൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇവിടെ വരുമ്പോൾ കാർഡില്ലാതെ വരിക. പിന്നെ കാർഡില്ലാതെ വരുമ്പം എങ്ങനെ മുഖത്ത് നോക്കി കാർഡില്ല എന്ന് പറയാം. അങ്ങനെ ചെയ്തുകൊണ്ട് അതിൽ നല്ല ഫാൾട്ട് വന്ന് ഒരുപാട് ആൾക്ക് കാർഡ് കിട്ടിയിട്ടില്ല. പിന്നെ കാർഡ് കടയിൽ കൊടുത്തോഞ്ഞ് കൊടുക്കാനുള്ളതായിട്ട് ഒരു 200 കാർഡുകളുടെ ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കാർഡ് സിസ്റ്റം ഒഴിവാക്കിയിട്ട് ഈ സമ്മാനം 25 പേർക്ക് ഇവിടെ പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ കൊടുക്കുന്ന ഫുഡ് ഇപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മളൊരു പിന്നെ നമ്മളെ തൗഫീഖ് ജ്വല്ലറി ഡൊണേറ്റഡ് ചെയ്തൊരു സമ്മാന കൂപ്പൺ നോട്ടീസ് ഉണ്ടായിരുന്നു. ആ നോട്ടീസ് പിന്നെ അതിൻ്റെ പിന്നിലെ അടിയിൽ പേര് അഡ്രസ്സ് ചെയ്തിട്ട് ഒരു ബോക്സ് ഇവിടെ സ്ഥാപിക്കും. അപ്പോൾ വന്ന ഈ സദസ്സിലെ എല്ലാവർക്കും ആ നോട്ടീസിൻ്റെ അടിയത്തെ ഭാഗം കീറി കണ്ട് പേര് അഡ്രസ്സ് ചെയ്താണ്ട് ആ ബോക്സ് നിക്ഷേപിക്കാം. അതായത് നേരത്തെ സംഭവിച്ച പിന്നെ നമ്മളെ പോലത്തെ ആൾക്കാരുടെ ഓരോ പ്രശ്നം കൊണ്ട് സംഭവിച്ച ആ വീഴ്ച, അതായത് ആ കാർഡ് നമ്മൾ കൊടുത്തതും ശരിയായില്ല, ആ കൊടുത്തത് കൊണ്ടുവരുന്നത് പിന്നെ കച്ചവടക്കാരും ശരിയായില്ല. ചിലവർ മറന്നു വന്ന് കാർഡ് പീഡിയയിലാണ് അല്ലെങ്കിൽ കാർഡ് ഷട്ടറിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ. അതുകൊണ്ട് അത് ആ പിന്നെ പദ്ധതി ഇനി അയിമ നടത്താൻ പറ്റില്ല. ആ കാർഡ് വെച്ച് നടത്തിയാൽ പലർക്കും കാർഡ് കയ്യിലില്ല. ആ കാർഡ് ക്യാൻസൽ ചെയ്തിട്ട് കാർഡ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഒരു കൂപ്പൺ പിന്നെ ഭക്ഷണം വന്നല്ലോ എല്ലാവർക്കും ഭക്ഷണമുണ്ട്. അതുകൊണ്ട് ആ കാർഡിന് പ്രത്യേകത ഒന്നുമില്ല. ആ കാർഡിന് പകരം ഇന്ന് കൂടിയ ഇവിടെ കൂടിയ എല്ലാവർക്കും ആ നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുത്തിട്ട് എല്ലാവരുടെയും അതിൻ്റെ അടിയിൽ അവനാൻ്റെ പേരും എഴുതുക. ഇവിടെ ഒരു ബോക്സ് ഉണ്ടാവും, നിക്ഷേപിക്കുക. അതിന് നമ്മൾ നറുക്കെടുത്തിട്ട് 25 പേർക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ള പദ്ധതിക്ക് മാറിയിട്ടുണ്ടെന്നുള്ളത് എല്ലാ പിന്നെ കച്ചവടക്കാരെ അറിയിക്കുകയാണ്. നമ്മളിതൊക്കെ സുതാര്യമായിരിക്കണമല്ലോ, എല്ലാം സുതാര്യമായിരിക്കണം. അതുകൊണ്ട് ഇനി കാർഡ് കിട്ടാത്തവർക്ക് സമ്മാനം കിട്ടില്ല എന്ന കംപ്ലയിൻറ്റ് വേണ്ട. ഇവിടെ വന്ന് ഇരിക്കുന്ന എല്ലാവരും നോട്ടീസ് ഇപ്പോൾ തരും. അവനെല്ലാവരും ഫില്ല് ചെയ്ത് ബോക്സ് നിക്ഷേപിക്കുക. പരസ്യമായിട്ട് ഇവിടുന്ന് നറുക്കെടുത്ത് 25 പേർക്ക് നമുക്ക് പിന്നെ ഓരോ ഹോട്ടൽ മാനേജ്മെൻറ്റ് അസോസിയേഷൻ കൊടുക്കുന്ന ഫുഡ് കൂപ്പൺ കൊടുക്കുന്നതാണ്. വേറെ സമ്മാനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് വേദിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അരീക്കോട് യൂണിറ്റ് പ്രസിഡന്റാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. മണ്ഡലം ട്രഷററാണ് ജോളി സജീർ. അദ്ദേഹം ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും കീശ്ശേരി യൂണിറ്റിൻ്റെ പ്രവർത്തനം വളരെ മികവുറ്റതാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഹോള് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത്. ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനമാണ് കീശ്ശേരി യൂണിറ്റ് കാഴ്ചവെക്കുന്നത്. ഇവിടെ കണക്ക് അവതരിപ്പിച്ചപ്പം അത് വളരെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ഓരോന്ന് പോയിൻ്റ് ഇട്ട് പറഞ്ഞു. ഒരു സംശയത്തിനും ഇടയില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനമാണ് കീശ്ശേരി യൂണിറ്റ് കാഴ്ചവെക്കുന്നത് എന്നുള്ള ആ കച്ചവടക്കാരോടുള്ള അംഗീകാരം ഈ കമ്മിറ്റിക്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. അതിലേറെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ KHRൻ്റെ ഒരാൾ ആയതുകൊണ്ട് KHRൻ്റെ നമ്മുടെ അംഗങ്ങൾ 74 ആളുകൾക്ക് കൂപ്പൺ കൊടുക്കുന്നു എന്ന് അതും വളരെ സന്തോഷമായ ഒരു അവസ്ഥ. ഏതായാലും കീശ്ശേരി യൂണിറ്റ് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ച് വൻ വിജയമാക്കാൻ പ്രവർത്തിച്ച അതിൻ്റെ പ്രസിഡൻ്റായാലും സെക്രട്ടറി, ട്രഷറർ, ഇതിൻ്റെ ഭാരവാഹികൾ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ ഇത് മറ്റ് യൂണിറ്റുകളും ഇത് മാതൃകയാക്കി നടത്തേണ്ട ഒരു പ്രവർത്തനമാണ്. അപ്പോൾ നീ സൂചിപ്പിച്ചല്ലോ, ചില ആളുകൾ ഇതിന് സഹകരിച്ചില്ല, കച്ചവടക്കാർ. അത് എന്തിനും ഉണ്ടാവും, അത് ഏതൊരു വിഭാഗത്തിനായാലും ഉണ്ടാവും. ചെറിയ ആളുകൾക്ക് ചിലപ്പോൾ ഇന്നൊരു മാറ്റമൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യണതെന്നല്ലേ. അപ്പോൾ ഈ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു പിറകോട്ടടിക്കും. അപ്പോൾ എന്തായാലും
ഇത് പിന്നെ നമ്മൾ അരീക്കോടും ഇതേപോലെ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. ഞങ്ങൾ കാറും ബൈക്കൊക്കെ കൊടുത്ത് എന്തായാലും വളരെ അതിലേറെ മികവുറ്റുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഇവിടെ പിന്നെ അതിൻ്റെ നല്ല റിസൾട്ടും ഇവിടെ ഉണ്ടായി. വ്യാപാര മേഖലക്കും നല്ലൊരു ഉണർവ് ഉണ്ടായി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു വഴിയോര കച്ചവടങ്ങൾ. നമ്മുടെ ബാബാ സാഹിബ് ഇവിടെ മുന്നിലിരിക്കേണ്ട ഇദ്ദേഹം പിന്നെ ഇവിടുത്തെ യൂണിറ്റിൻ്റെ ഭാരവാഹിയായി അന്നും ഇതേ പ്രശ്നങ്ങൾ ഇവിടെ കീശ്ശേരി ഉണ്ട്. എന്തായാലും കീശ്ശേരി യൂണിറ്റ് കോടതിയെ സമീപിച്ചു, അനുകൂലമായ വിധി സമ്പാദിച്ചു എന്നുള്ളത് വളരെ കച്ചവടക്കാരെ സംബന്ധിച്ചോളം വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഒരു വ്യാപാര മേഖല നടത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്. ഒരു ഭാഗത്ത് ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ നമ്മളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മളെ വ്യാപാര മേഖലയിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലൊക്കെ നമ്മൾ പിന്നെ ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ്. നമ്മളെന്തെങ്കിലും ഒരു പിന്നെ വണ്ടിയോ അതല്ലെങ്കിൽ പിന്നെ ഒരു ഷീറ്റ് എന്തെങ്കിലും ഒന്ന് ഇറക്കി കിട്ടുമ്പോൾ തന്നെ ഇവർ വന്ന് നമ്മൾക്ക് പേരിൽ ആക്ഷന്. എന്നാൽ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ വഴിയോര കച്ചവടം ചെയ്യുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. അവനെ എല്ലാ സംരക്ഷണവും. ഇനിയിപ്പോൾ പുതിയ പിന്നെ ലൈസൻസ് സമ്പ്രദായം തന്നെ 3 മാസം കഴിഞ്ഞിട്ട് ലൈസൻസ്, 1 കൊല്ലം വരെ ലൈസൻസ് എടുക്കാതെ കച്ചവടം ചെയ്യണ ഒരവസ്ഥ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി എന്തായാലും നമ്മുടെ കീശ്ശേരി യൂണിറ്റ് നല്ലൊരു പിന്നെ മാതൃക കാഴ്ചവെച്ചു. ഏതായാലും ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് വ്യാപാരി. നേരത്തെ വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയത് ഒന്ന് പറയാണ്. നമ്മൾ ഈ ഫെസ്റ്റിവലിന് LED സിസ്റ്റം ഉണ്ട് നമ്മളെ സ്റ്റേജിൽ. അപ്പോൾ അതിലേക്ക് സംഭാവന തന്ന ആളുകൾ അല്ലബീർ ഹോസ്പിറ്റൽ, സിയാൻ ഗോൾഡ്, അവിടെ പുതിയ വരാൻ പോകുന്ന സിയാൻ ഗോൾഡ്, ഫെഡറൽ ബാങ്ക്, അസീറത്തുൽ അമാന കീശ്ശേരി, ഇർഷാദ് കാർസ്, മുത്തൂറ്റ് ഫൈനാൻസ്, ചക്കർ വിൻഡോ ഡോർസ് ചെറുപ്പറമ്പ, മെർലാൻഡ് ഹോം നീഡ്സ്, മൊബൈൽ ഹൗസ് അലവിക്കുട്ടി, ഡോക്ടർ ഫാസിൽ ഒലിവ് ഹോമിയോപ്പതി, എറ്റർണ, അപ്പോൾ കീശ്ശേരി പുതിയൊരു ഉദ്ഘാടനം കഴിഞ്ഞ ഫാൻസിയാണ് എറ്റർണ, പിന്നെ ഐഷ ബോട്ടിക്ക്. ഇത്രയും ആളുകളാണ്, ലില്ലീസ് ഫർണിച്ചർ, ഇത്രയും ആളുകളാണ് നമുക്ക് ഇതിന് നമ്മൾ LED സിസ്റ്റത്തിലേക്ക് സംഭാവന തന്നത്. അതുപോലെ തന്നെ വായിച്ചു. പിന്നെ ഫെസ്റ്റിവലിന് നമുക്ക് ചിക്കൻ തന്ന ആളുകൾ, നമ്മളെ മാർക്കറ്റിലെ പാവപ്പെട്ട ചിക്കൻ കച്ചവടക്കാർ, നമ്മൾ ചെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ ആരും വിമിഷം കാണിക്കാതെ പറഞ്ഞ ആളുകളാണ്. അപ്പോൾ അവരുടെ പേരെ വായിക്കുന്നത്: റിയാസ് ചിക്കൻ സ്റ്റാൾ 15 കിലോ, മാനു വെള്ളേരി 15 കിലോ, ബാബുമോൻ മലപ്പുറം 15 കിലോ, CPF മുണ്ടമ്പറമ്പുള്ള ഒരു ചിക്കൻ കച്ചവടം 15 കിലോ, റഷീദ് ബിസ്മി ചിക്കൻ 10 കിലോ നമ്മുടെ വാലത്തുപുറത്തെ, PC ബാപ്പു 8, മമ്മൂട്ടി ബാപ്പു 8 കിലോ, ബാവ നെല്ലായി 7 കിലോ, ഹസൻ കാക്ക 5 കിലോ, ഫസലുർ റഹ്മാൻ 5 കിലോ, പുള്ളിശ്ശേരി പിന്നെ മുസ്ലിയാർ മെതികുട്ടി വലിയാർ ഇവിടെ ഉണ്ട് സദസ്സിൽ, അദ്ദേഹം 5 കിലോ, അലി പറമ്പാടൻ 5 കിലോ, നെല്ലായി കുഞ്ഞുട്ടി 5 കിലോ, കോയ ബീഫ് മാർക്കറ്റ് 3 കിലോ, സൂപ്പർ സ്റ്റോർ 3 കിലോ, പിന്നെ ഷിയാബ് ബേപ്പൂർ ഫിഷ് 10 കിലോ, പിന്നെ മോയാക്കാൻ്റെ മോൻ അവർ ഫിഷാണ് തന്നത്. അവർ ഫിഷിൻ്റെ കച്ചവടമാണ്. അപ്പോൾ നമുക്ക് ഫിഷ് വെറുംചോറ് ഉള്ളവർക്ക് ഫിഷ് പൊരിക്കാൻ വേണ്ടി 25 പീസ് ഫിഷ്. ഇത്രയാണ് നമുക്ക് അതിൽ കിട്ടിയത്. പിന്നെ നമുക്ക് ഒരുപാട് സംഭാവന തന്ന ആളുകളുണ്ട്. പൈസ സംഭാവന ചെറിയ തോതിലാണ്, LED അല്ലാതെ സംഭാവനകൾ: ബിജി ഗോൾഡ് ഹമീദ്, അഷ്ഫർ ഗ്ലാസ് എക്കപ്പറമ്പ്, കീശ്ശേരി യൂസ്ഡ് കാറ്, റിയ യൂസ്ഡ് കാർ കുയ്യമ്പറമ്പ്, അനസ് ചെറുപ്പറമ്പ്, ലില്ലീസ് ഫർണിച്ചർ, ഹമീദ് മുണ്ടക്കൽ ഐസ്ക്രീം, CM കുഞ്ഞാക്കാൻ്റെ കമ്പനി, പാരീസ് ബേക്കറി, വത്തനി ട്രേഡിങ്, സംനാസ് സഫർ സ്റ്റോറ്, ബ്യൂട്ടി പാർലർ ഇവിടെ വാലത്തുപുറായി പുതിയ ബ്യൂട്ടി പാർലർ നീട്ടിക്ക് വരുന്ന അവർ, UK ട്രേഡിങ്,
ഹൈ വോൾട്ടൻ ഇജ്ജത്ത്, ഇത്രയും ആളുകൾ പൈസ സംഭാവന തന്നാണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ പരിപാടി നമ്മൾ കടം കൊടുക്കാതെ വിജയിച്ച് പോകുന്നത്. പിന്നെ നമ്മൾ ഈ അലോൺസ്മെൻറ്റ് പലർക്കും അത് ശല്യമാണെങ്കിലും കുറേ ആളുകൾക്ക് ഇത് ആസ്വദിക്കണവരുണ്ട്, കുറേ ആൾക്കാർക്ക് ശല്യക്കാരുണ്ട്, പാട്ട് പറ്റാത്തവരുണ്ട്, പിന്നെ മറ്റോലെ പരസ്യം നമ്മൾ ചോട്ട് കേൾക്കുമ്പോൾ അതിന് അസൂയുള്ളവരുണ്ട്. ഏതായാലും ഈ പാട്ട് നമ്മൾ സഹിച്ച് കുറേ ആൾക്കാർ ഇപ്പോൾ 4-4.5 മാസം നമ്മളിവിടെ പാട്ട് പാടി. അതായത് മഞ്ചേരി റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഇവിടെ മാനന്തപുറായി വരെ ഓവാലം വരെ മൈക്ക് ഓരോ ക്യാബിൻ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് പരസ്യം. അപ്പോൾ പരസ്യം ഏതായാലും നമ്മൾ അതിൽ ആ വകുപ്പിൽ നമുക്ക് 2 ലക്ഷം റുപ്യ വരും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. വലിയ പരസ്യത്തിന് 5000, ചെറിയ പരസ്യത്തിന് 2000. അപ്പോൾ പാട്ട് നമ്മളിപ്പോൾ പിന്നെ നിവർത്തികളോട് പാട്ടിട്ടതാണ്. ചിലവർക്കത് ആസ്വാദനം ഉണ്ടാവും, ചിലവർക്കത് ശല്യം ഉണ്ടാവും. ഏതായാലും ഈ സംഭാവന തരുന്ന ആളുകൾക്ക് അവരെ പരസ്യം ആ പാട്ടിലൂടെ വരാതെ അവരെ പൈസ തരൂല. അപ്പോൾ അതിനു വേണ്ടിയാണ് പാട്ടിട്ടത്. അത് നമുക്ക് നല്ലൊരു വിജയമാണ്. 2 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും അതുപോലെ തന്നെ LED-യും ഈ സാധനങ്ങൾ സ്പോൺസർഷിപ്പിലൂടെയാണ് നമ്മളെ പരിപാടി നമ്മൾ വിജയിച്ചത്. അത്യാവശ്യം നമ്മൾ വലിയൊരു ബാലൻസ് ഇല്ലെങ്കിൽ കണക്ക് റെഡി ആയിട്ട് കൂട്ടിയിട്ട് നമ്മളെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. ഏകദേശം നമുക്ക് നല്ല സംഖ്യ ബാക്കിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതിനോട് സഹായിച്ച് വിജയിപ്പിച്ച എല്ലാ നല്ലവരായ വ്യാപാരി സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട CM അഹമ്മദ് സാഹിബ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ആശംസാ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കാം. ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തി ഇതിൽ ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട്. ഇവിടുന്ന് അവിടെ നോക്കുമ്പോൾ നിറയെ ആളാണ്. ഇത് നല്ലൊരു വിജയകരമായ പ്രോഗ്രാം തന്നെയാണ്. വ്യാപാരി വ്യവസായിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും ഇവിടെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, എനിക്ക് കുറച്ച് ചെറിയ പ്രോഗ്രാമുണ്ട്. എന്തായാലും ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ശീതള അവരെ ഏറെ സ്നേഹത്തോടു കൂടി ആശംസാ പ്രസംഗത്തിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കും. മഹത് വ്യക്തികൾക്കും നമസ്കാരം. പിന്നെ നമ്മുടെ കീശേരി ഫെസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ ഒരു മെമ്പർഷിപ്പ് വിതരണങ്ങളും എല്ലാം കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും സംസാരിക്കുകയുണ്ടായി. ഇനി എല്ലാവിധ നമ്മുടെ കീശേരി ഫെസ്റ്റിനും ഇന്ന് നടക്കുന്ന പരിപാടിക്കും എല്ലാവിധ ഭാവുകങ്ങളും നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങളിൽപ്പെട്ട ഭാഗ്യശാലികളെ കണ്ടതിന് വേണ്ടിയിട്ടുള്ള ലക്കി ഡ്രോയിലേക്ക് കടക്കുന്നു. ആരെങ്കിലും കൂപ്പൺ പൂരിപ്പിക്കാനുണ്ടോ? എല്ലാവരും പൂരിപ്പിച്ചോ? അതിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ലക്കി ഡ്രോ നടത്തുന്ന സമയത്ത് ഇവിടെ പ്രസന്റ് ഉള്ള ആൾക്ക് മാത്രമായിരിക്കും ഗിഫ്റ്റ് നൽകുക. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടാവുക. പുറത്തുള്ളവരൊക്കെ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുക. പേര് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആളിവിടെ പ്രസന്റ് ആയിരിക്കണം.